بسم الله الرحمن الرحيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا. اللهم علمنا ما نسينا. اللهم علمنا ما جهلنا يا رب العالمين. اللهم اجعلنا من الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. آمين آمين يا رب العالمين. അപ്പോ കഴിഞ്ഞ കുറഞ്ഞ ദിവസങ്ങളില് 4 ആഴ്ചകളിലായിട്ട് നമ്മൾ ആദ്യം പഠിച്ചത് റബ്ബാണ്, റുബൂബിയത്തിനെ കുറിച്ചാണ്. റബ്ബ് എന്നുള്ള വിശേഷണം ഏറ്റവും ചുരുങ്ങിയത് എത്ര കാര്യങ്ങൾ? 5 കാര്യങ്ങൾ അല്ലെ? 5 കാര്യങ്ങൾ. അപ്പൊ 5 കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ചുരുങ്ങിയതാണ് കേട്ടോ. അപ്പൊ നമുക്ക് റബ്ബ്, അള്ളാഹു നമ്മുടെ റബ്ബാണ് എന്ന് പറയുമ്പോൾ, ഈ ലോകത്തിന്റെ റബ്ബാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു ഖാലിഖാണ് അല്ലെ? അള്ളാഹു ആണ് ഈ കാര്യങ്ങളെ മുഴുവൻ റിസ്ക് നൽകിയ റാസിഖാണ്. അള്ളാഹു ആണ് മുഹീ, ജീവിതം നൽകുന്നവൻ, മുമീത്ത്, മരിപ്പിക്കുന്നവൻ, മുദബ്ബിർ, എല്ലാം പ്ലാൻ ചെയ്യുന്നവൻ. അപ്പൊ ഈ ലോകത്തിന്റെ എല്ലാത്തിന്റെയും കാര്യത്തിൽ മുഹിയും മുമീത്തും റാസിഖും അല്ലെ? നമ്മുടെ കാര്യത്തിൽ മാത്രമല്ല, ഈ ലോകത്തുള്ള എല്ലാറ്റിന്റെയും കാര്യത്തിൽ കേട്ടോ. അങ്ങനെ കൂടി മനസ്സിലാക്കണം. എല്ലാറ്റിനെയും ഖാലിഖാരാ അല്ല, നമ്മുടെ മാത്രം റബ്ബ് എന്നല്ല, ഈ ലോകത്തുള്ള എല്ലാറ്റിന്റെയും റബ്ബ്, ഈ ലോകത്തുള്ള എല്ലാറ്റിന്റെയും ഖാലിഖ്, ഈ ലോകത്തുള്ള എല്ലാത്തിന്റെയും റാസിഖ്, ഈ ലോകത്തുള്ള എല്ലാത്തിനും തുടക്കം കുറിച്ചവൻ, ജീവിതം കൊടുത്തവൻ, ഈ ലോകത്തെ എല്ലാത്തിനെയും അവസാനിപ്പിക്കുന്നവൻ, ഈ ലോകത്തെ എല്ലാത്തിനെയും പ്ലാൻ ചെയ്ത് കൊണ്ടുപോകുന്നവൻ. ദിവസം, അതുപോലെ തന്നെ രാത്രി, സൂര്യൻ, ചന്ദ്രൻ, അക്കൂട്ടത്തിൽ നമ്മൾ, നമ്മുടെ എന്താ 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 ഇതാണ് ഇങ്ങനെയുള്ള റബ്ബ്. ഈ റബ്ബാണ് നമ്മുടെ ഇലാഹ്. ഇതാണ് നമ്മുടെ ഇലാഹ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ, ലാ മഅബൂദ ഇല്ലല്ലാ. അങ്ങനെ ഒരു അള്ളാഹു അല്ലാതെ മറ്റൊരു മഅബൂദില്ല, ഇബാദത്തിന് അർഹമായി ആരുമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ആ ഇലാഹ് എങ്ങനെയാണുള്ളത്? ആ ഇലാഹ് മറഞ്ഞിരിക്കുന്നവനാണ്, ആ ഇലാഹ് ഉയർന്നിരിക്കുന്നവനാണ്, ആ ഇലാഹ് അതിശയകരമായ കാര്യങ്ങൾക്ക് ഉടയവനാണ്. ആ ഇലാഹ് നമ്മൾ അനുരാഗബദ്ധമായി ഓടിച്ചെല്ലുന്നതാണ്. ഭാഷാർത്ഥം നമ്മൾ പറഞ്ഞിരുന്നല്ലോ അല്ലെ? അലിഹ, അലഹ എന്നുള്ള വാക്കിന്റെ. അപ്പൊ ഇലാഹ് അവൻ ആണ് ആകാശത്തിൽ ഇലാഹ്, ഭൂമിയിലും അതുകൊണ്ട് അവൻ തന്നെയാണ് ഇലാഹാകേണ്ടത് എന്ന് ഖുർആനിൽ ആയത്തുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അൽ അസ്മാഉൽ ഹുസ്നയിലേക്ക് വന്നത്. നമ്മൾ ഒരു ക്ലാസ്സിൽ ഒതുക്കണം എന്നാണ് കരുതിയത്, പക്ഷെ കുറച്ച് പേര് അതിന്റെ വിശദീകരണം കൂടുതലൊക്കെ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അതിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. അപ്പോൾ അതിനെ 2 രീതിയിലാണ് നമ്മൾ പഠിച്ചത്. ഒന്ന്, അതിനെ അതിന്റെ അറബി ഭാഷാ വ്യാകരണ നിയമം അനുസരിച്ചുകൊണ്ട് ഫഈല് രൂപത്തിൽ റഹീം, അതുപോലെ തന്നെ അലീം, ഖബീർ, ഇപ്പോൾ അതിന്റെ ഒരു അർത്ഥം, അതിന്റെ ഒരു വ്യാപ്തിയെക്കുറിച്ച് ഒക്കെ ഉള്ള നിരന്തര സ്വഭാവത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ റഊഫ്, ഷക്കൂർ ഒക്കെ, വദൂദ് പോലെയുള്ള ഫഊല് എന്നുള്ള രൂപത്തിൽ വരുന്നത്, അതുപോലെ തന്നെ മുഫ്ഇൽ എന്നുള്ള രൂപത്തിലേക്ക് വരുന്നത്. അതാണ് കഴിഞ്ഞ ആഴ്ചകളുള്ള. അപ്പൊ ഈ നോട്ടുകൾ നിങ്ങൾക്ക് തരുന്നത് ഇത് ക്ലാസ് ആയിട്ട് മാത്രമല്ല, ഈ ഒരാഴ്ച ഈ വിഷയമായിരുന്നു, അതുകൊണ്ട് അത് കഴിഞ്ഞു അങ്ങനെയൊന്നും കരുതരുത് ഉണ്ടാവും. അത് ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളുടെ കയ്യിലുള്ള നോട്ട് ഉപയോഗിച്ചുകൊണ്ട് മറ്റ് പഠനങ്ങൾക്ക് സഹായകരമായിട്ട് നിങ്ങൾ അത് കൊണ്ടുപോകണം. ഇതിലും അപ്പുറമുള്ള വിവരങ്ങൾ കയ്യിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആവശ്യമില്ല, പക്ഷെ ഏറ്റവും ചുരുങ്ങിയത് അതെങ്കിലും കയ്യിൽ വേണം എന്നാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. ഇനിയിപ്പോ അതിനുശേഷം നമ്മൾ കടന്നത് ആയത്തുൽ കുർസിയെ തന്നെ വ്യത്യസ്ത തീം, അൽ അസ്മാഉൽ ഹുസ്നയെ തന്നെ വ്യത്യസ്ത തീമുകളായിട്ട് മാറ്റി. അതിൽ അള്ളാഹുവിന്റെ പ്രതാപം, ഇസ്സത്തിനെ കുറിച്ച് പറയുന്ന അൽ അസീസ്, ഹക്കീമിനെ പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കഴിവ്, കേൾവി, സാക്ഷ്യം, കാഴ്ച, ബസീർ, അലീം, ഖബീർ പോലെയൊക്കെയുള്ള കാര്യങ്ങൾ, മറ്റ് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഖുറാനിൽ ഇത്തരത്തിലുള്ള വാക്കുകൾ മൊത്തത്തിൽ 10,000+ ആണ് എന്നാണ് നമ്മൾ ആ സമയത്ത് പറഞ്ഞത്. മൊത്തം 78,000 പദങ്ങളിൽ അള്ളാഹു, റബ്ബ്, ഇലാഹ്, അതുപോലെ തന്നെ അൽ അസ്മാഉൽ ഹുസ്നയിലെ ഈ പദങ്ങൾ, ഇതിന്റെ നിഷ്പന്നമായി അതിൽ നിന്ന് സ്റ്റെം ചെയ്ത് വരുന്ന ഉരുവം കൊള്ളുന്ന വാക്കുകൾ മൊത്തത്തിലെടുത്താൽ മോർ ദാൻ 10,000, അതല്ലെങ്കിൽ 15,000 വേർഡ്സ്. അസ്മാഉൽ ഹുസ്നയിൽ നിന്ന് തന്നെ 10,000 ഉണ്ട്. ഇലാഹും റബ്ബും അള്ളാഹും ഒക്കെ ചേർത്താൽ
ഒരു 15,000-നടുത്ത് വേർഡ്സ് അതിലൂടെ കവർ ചെയ്യും. അപ്പൊ അള്ളാഹു വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് സംവിധാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി എന്തായാലും അള്ളാഹുവിനെ കുറിച്ച് നമ്മളിങ്ങനെ പരിചയപ്പെട്ട് വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ്, ഇനി അള്ളാഹു എവിടെയൊക്കെ വരുന്നുണ്ടോ ആ പഠനം നമുക്ക് എളുപ്പമാവും. കാരണം നിങ്ങൾ ഓതുന്നിടത്തൊക്കെ അള്ളാഹു വരും അല്ലെ, ഇന്നല്ലാഹു ഗഫൂർ റഹീമും. ഇതൊക്കെ നിങ്ങൾ അൽ അസ്മാഉൽ ഹുസ്ന ഇതൊക്കെ ഒന്നും പഠിക്കാതെ ഇതൊക്കെയാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇതെന്തുകൊണ്ടാണ് ഇവിടെ ഗഫൂർ വന്നേക്കണേ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവൂല. അള്ളാഹു കരുണാമയനാണെന്ന് വെറുതെ പറയണമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കും. അങ്ങനെയല്ല, ആ ആയത്തായിട്ട് അതിനൊരു ബന്ധം ഉണ്ടാവും. എന്തുകൊണ്ട് ചിലയിടത്ത് അള്ളാഹു അസീസ് എന്ന് പറഞ്ഞു, അള്ളാഹു ഹക്കീം എന്ന് പറഞ്ഞു, അള്ളാഹു ചിലയിടത്ത് കഠിനമായി ശിക്ഷിക്കണമെന്ന് പറഞ്ഞു, ആ ഭാഗം മൊത്തം എടുത്ത് നോക്കിയാൽ ഈ ഒരു തുടക്കവും ഒടുക്കവും മലയാള ഭാഷയിൽ ആദ്യ മധ്യാന്ത പൊരുത്തം എന്നൊക്കെയാണ് പറയാം. ആദ്യ മധ്യ അന്ത്യ പൊരുത്തം. ആദ്യം ഒരു കോർവ, ഒരു കോഡിഫിക്കേഷൻ ഇതിനിടയിൽ ഉണ്ടാകും. അപ്പോൾ അതുകൂടി അങ്ങോട്ട് പറഞ്ഞാൽ നമ്മൾക്ക് ഏകദേശം ഇതിൻ്റെ ഒരു ചർച്ചയിൽ നിന്ന് ഒരു പ്രാഥമികമായ ഒരു ധാരണ നമുക്ക് കിട്ടിക്കഴിയും. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ് ഇൻഷാ അള്ളാഹ്. അപ്പോൾ അൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന്റെ മറ്റു വിശേഷണങ്ങൾ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് അഫ്അലു തഫ്ലീലിന്റെ രൂപമാണ്. അഫ്അലു തഫ്ലീൽ എന്നുള്ളത് നേരത്തെ നമ്മൾ ഫഊല് ഫഈൽ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ അഫ്അൽ എന്ന് കേട്ടല്ലോ നിങ്ങൾ. അഫ്അൽ, ഇപ്പോൾ അഹമ്മദ് എന്നുള്ള വാക്കൊക്കെ അഫ്അൽ രൂപത്തിലാണ് ഉണ്ടാവുക അല്ലെ. അഹമ്മദ് എന്നുള്ള വാക്ക് ശരിക്കും ഹമീദ എന്നുള്ളതിന്റെ അഫ്അൽ രൂപമാണ്. അതേപോലെയാണ് റഹിമ എന്നുള്ള വാക്കിന്റെ റഹീം റഹ്മാൻ എന്നുള്ളതിന്റെ അഫ്അൽ രൂപം എന്താവും? അർഹം. അള്ളാഹിനെ കുറിച്ച് പറയുന്നിടത്ത് അർഹം, അഹ്കം, അതുപോലെ തന്നെ അത് അത്തരത്തിലുള്ള കുറച്ച് വാക്കുകൾ എന്താണ്, അഹ്സൻ, അഹ്സനുൽ ഖാലിഖീൻ അല്ലെ. അപ്പോൾ ഇത് ഏറ്റവും ഉന്നതമായത്, ഭംഗിയുള്ളത്, സൂപ്പർലേറ്റീവ് പാറ്റേണിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് അറിയുന്നവർക്ക് മനസ്സിലാവും. ഒരു സംഗതി വളരെ ഏറ്റവും എന്താണ് സൂപ്പർ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രൂപമാണ് സൂപ്പർലേറ്റീവ്. അത് അറബി ഭാഷയിൽ അഫ്അലു തഫ്ലീൽ എന്നാ പറയാം. അപ്പോ വ്യാകരണ ഒരു കാര്യത്തിൽ ഏറ്റവും മികച്ചത് എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അഫ്അൽ എന്നുള്ളത് ഉപയോഗിക്കുന്നത്. സാധാരണ നാമങ്ങൾക്ക് മുമ്പിൽ ഈ രൂപം വരുമ്പോൾ അത് ആ ഗുണത്തിന്റെ പരമോന്നത ഘട്ടത്തെ സൂചിപ്പിക്കുന്നു. എന്താണ് അതിന്റെ ഉദാഹരണം നോക്കൂ. അർഹമുർ റാഹിമീൻ കേട്ടിട്ടുണ്ടാവൂലേ? അർഹമുർ റാഹിമീൻ, ഹുവ അർഹമുർ റാഹിമീൻ. റഹ്മാനായ അള്ളാഹ്, റഹ്മത്തിനുടയവനായ അള്ളാഹ്, റഹീമായ അള്ളാഹ്. എന്നിട്ട് അതിലേക്ക് ചേർത്ത് പറയാണ് ഈ ലോകത്ത് ഒരുപാട് റാഹിമുകൾ ഉണ്ടാവും അല്ലെ. റഹീമും റഹ്മാനും അള്ളയാണ്. റാഹിമുകൾ ചിലപ്പോൾ ഈ ലോകത്ത് ഒരുപാടുണ്ടാവും, പക്ഷെ അതായത് കരുണ കാണിക്കുന്നു, പക്ഷെ അതിൽ ഏറ്റവും ഉന്നതമായി കരുണ കാണിക്കുന്നു അർഹം. അപ്പോ റഹിമ, റാഹിം എന്ന വാക്കിന്റെ ബഹുവചനമാണ് റാഹിമീൻ. റാഹിമീൻ. അപ്പൊ റഹീമായിട്ടോ റഹ്മാനായിട്ടോ അല്ല അതിന്റെ ബന്ധം. റാഹിം എന്നുള്ള വാക്കിലേക്ക് അതിനെ എന്താണ് അഫ്അലു തഫ്ലീലിലേക്ക്, അഫ്അൽ എന്നുള്ള രൂപത്തിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാകും? അതിനു മുമ്പിൽ അർഹം ചേരുമ്പോൾ കരുണ കാണിക്കുന്ന എല്ലാവരിലും വെച്ച് ഏറ്റവും വലിയ കരുണാമയൻ, അതല്ലെങ്കിൽ കരുണാനിധി. അതാണ് നേരത്തെ നമ്മുടെ സഹോദരി ഓതിയ സൂറത്ത് യൂസുഫില് യൂസുഫ് നബി അലൈഹി സ്വലാം പറയണം, സഹോദരന്മാര് തന്നെ കിണറ്റിലിട്ടു, അതുപോലെ തന്നെ തനിക്കെതിരെ വ്യാജാരോപണങ്ങൾ പറഞ്ഞു, അങ്ങനെയൊക്കെ വാപ്പ യൂസുഫ് മരിച്ചു എന്നൊക്കെ കരുതി ഇങ്ങനെയൊക്കെ. പിന്നെ ഏറ്റവും അവസാനം സഹോദരന്മാർക്ക് യൂസുഫിന് മുമ്പിൽ നിക്കക്കള്ളിയില്ലാതെ വന്നു. അതാണ് ചരിത്രം. അപ്പോ പറയാണ് قال لا تثريب عليكم اليوم يغفر الله لكم وهو أرحم الراحمين. ലാ തസ്രീബ അലൈക്കുമുൽ യൗം. ലാ തസ്രീബ അലൈക്കുമുൽ യൗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മേൽ ഇന്നൊരു പ്രതികാരമില്ല. അതൊരു അറബി ഭാഷയിൽ ഒരു പ്രയോഗം ഉണ്ടോ, ഒരു ഇഡിയംസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലെ നേരിട്ട് ഭാഷാർത്ഥം അല്ല അത്. ലാ തസ്രീബ അലൈക്കുമുൽ യൗം ഇദ്ഹബു അൻതുമു തുലക്ക എന്ന് പിന്നീട് റസൂൽ പറഞ്ഞല്ലോ അല്ലേ, മക്കം ഫത്ത് വേളയില്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വെച്ചിട്ടാണ് പറഞ്ഞത്. യൂസുഫ് നബി അലൈഹി സ്വലാം പണ്ട് യൂസുഫ് നബി സ്വന്തം സഹോദരന്മാരോട് പറഞ്ഞ വാക്കാണ് എനിക്ക് നിങ്ങളോട് ഈ സമയത്ത് പറയാനുള്ളത്. ലാ തസ്രീബ അലൈക്കുമുൽ യൗം, നിങ്ങൾക്ക് മേൽ ഇന്നൊരു എന്തില്ല, പ്രതികാരമില്ല, നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരട്ടെ. യഗ്ഫിറുല്ലാഹു ലക്കും, അള്ളാഹു പുറത്തു തരട്ടെ. അവൻ വഹുവ അർഹമുർ റാഹിമീൻ. അപ്പൊ ഇനി എവിടെ അർഹമുർ റാഹിമീൻ വന്നാലും ഈ അഫ്അലു തഫ്ലീലിൽ
അള്ളാഹുവിന്റെ റഹ്മാനും റഹീമുനോടൊപ്പമുള്ള ഒരു സാധനമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ അർഹമുറാഹിമീൻ, അപ്പൊ പ്രാർത്ഥിക്കും അർഹമുറാഹിമീൻ എന്നല്ല പറയാ, യാ അർഹമർ റാഹിമീൻ എന്നുണ്ടോ പറയാ. ശ്രദ്ധിക്കണേ, ചിലവർക്ക് പ്രാർത്ഥിക്കുമ്പോൾ തെറ്റും. കാരണം യാ വന്നത് കൊണ്ടേ അറബി ഭാഷാ നിയമം അനുസരിച്ച് പലർക്കും പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കൂലേ, എന്താണ് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ ബിഅൻവാഇ റഹ്മതിക യാ അർഹമുർ റാഹിമീൻ എന്ന് പലരും പ്രാർത്ഥിക്കാറുണ്ട്. അത് ഖുർആൻ അനുസരിച്ച് ശരിയാണ്, പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ യാ അർഹമർ റാഹിമീൻ എന്ന് പറയണ്ട കേട്ടോ, കൂട്ടത്തിൽ പറയണം. ചില ആളുകൾ ഉസ്താദ്മാർ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ തെറ്റിക്കാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞാണ്. അത് അർഹമുർ റാഹിമീൻ എന്നാണ് ഖുർആനിലുള്ളത്. പക്ഷെ യാ എന്നുള്ള വാക്ക് മുമ്പിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെയാണ് അതിന്റെ നിയമം. അതിന്റെ ഒരു ഗ്രാമർ പറഞ്ഞങ്ങനെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. അർഹമു എന്നല്ല പറയാ, അർഹമ എന്നാണ് അപ്പോൾ പറയാ, പ്രാർത്ഥിക്കുമ്പോൾ മാത്രം കേട്ടോ. ഖുറാനില് ഇനി അർഹമു കാണുന്നിടത്തൊന്നും അത് തിരുത്താൻ നിൽക്കണ്ട, അങ്ങനത്തെ ആവശ്യമില്ല. ഇനി അഹ്സനുൽ ഖാലിഖീൻ, ഏറ്റവും നല്ല രീതിയിൽ ഒരു കാര്യം പ്ലാൻ ചെയ്ത് സൃഷ്ടിച്ച് അതിന് രൂപം കൊടുത്താണ്. അള്ളാഹിനെ കുറിച്ച് നമ്മൾ അൽ ഖാലിഖ്, അൽ ബാരി, അൽ മുസവ്വിർ, ഫാത്തിർ എന്നൊക്കെ പഠിച്ചല്ലോ ഇല്ലേ, കഴിഞ്ഞ ആഴ്ച പഠിച്ചു. അതേപോലെ ഖുറാനിൽ പലയിടങ്ങളിലും കാണാം അർഹമുറാഹിമീൻ വരും, അഹ്സനുൽ ഖാലിഖീൻ, ഏറ്റവും മികച്ച എന്താണ്, സൃഷ്ടാക്കളിൽ ഏറ്റവും മികച്ച എന്താണ് സൃഷ്ടാവ്. ഇപ്പോ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, ഏറ്റവും നല്ല സൃഷ്ടാവായ അള്ളാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു. അത് വലിയൊരു സംഭവമാണ്. അപ്പൊ ഖുറാനിലെ സൂറത്തുൽ മുഅ്മിനൂനിലുണ്ട്, ഇപ്പൊ നമ്മൾ നേരത്തെ ഓതിപ്പിച്ച സൂറത്തു തീലിലുണ്ട് അല്ലേ, വത്തീനി വസ്സയിലെ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നല്ല, അത് സജദ വജ്ഹിയലില്ല, നമ്മള് സുജൂദിൽ പോകുമ്പോ പറയാറില്ലേ, സജദ വജ്ഹിയലില്ലതി, തിലാവത്തിന്റെ സുജൂദിൽ സജദ വജ്ഹിയലില്ലതി ഖലഖഹു വസവ്വറഹു വശഖ്ഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇത് ഈ സുജൂദിന്റെ ആ സമയത്തുള്ള തിലാവത്തിന്റെ സമയത്തുള്ള സുജൂദിലൊക്കെ പറയുന്ന പ്രാർത്ഥന, എന്റെ കാത് കുത്തിയ, എന്റെ കണ്ണ് ഇങ്ങനെ ആക്കിയ, എന്റെ സൃഷ്ടിപ്പ് ഇങ്ങനെ ആക്കിയ, അങ്ങനെ ഉണ്ടല്ലോ, എന്റെ തൊള ഉണ്ടാക്കിയ ഈ അള്ളാഹു, അവന് മുമ്പിലാണ് ഇതൊക്കെ കൊണ്ടുപോയിട്ട് എന്റെ മുഖം വെക്കുന്നത്. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, അതായത് എന്നെ ഇങ്ങനെ സൃഷ്ടിച്ച അള്ളാഹ്. അപ്പൊ ശരിക്കും നമ്മളെ നമുക്ക് ഓരോരുത്തരെയും ഫിഗർ ഔട്ട് ചെയ്യുമ്പോൾ എന്താണെന്നറിയോ, നമ്മള് എന്താണ് പിക്കാസോന്റെ ചിത്രം കണ്ടിട്ട് മനസ്സിലാവണ ചിത്രത്തിന് മുമ്പിൽ ഭയങ്കര വാവെന്ന് പറയും, മനസ്സിലാവാത്ത ചിത്രം സൂപ്പർ എന്ന് പറയും അല്ലേ. അങ്ങനെയാണല്ലോ, ചില ചിത്രം നമുക്ക് മനസ്സിലാവുമ്പോൾ സൂപ്പറാണ്, പിന്നെ പിക്കാസോ എന്ത് വരച്ചാലും സൂപ്പർ എന്ന് പറയും. ഇതേപോലെ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് സൃഷ്ടിച്ച എല്ലാവരിലും സൗന്ദര്യമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാല് എന്തുണ്ടാവൂല, അത് അതങ്ങനെ മനസ്സിലാവൂല. മനുഷ്യൻ എന്നുള്ള നിലക്ക് നമുക്കൊക്കെയും അള്ളാഹു എന്നുള്ള വൈരൂപ്യത്തിൽ പോലും അള്ളാഹു ആ നിലയിൽ അവരെ അത് നിങ്ങൾക്ക് കളിയാക്കാനോ മറ്റൊന്നുമല്ല, അതിനുള്ളൊരു വകുപ്പില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അഹ്സനുൽ ഖുൽഖുമായി ബന്ധപ്പെടുത്തി, അഹ്സനുൽ ഖിൽഖത്തുമായി ബന്ധപ്പെടുത്തി, സൃഷ്ടിപ്പുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്തത് അഹ്കമുൽ ഹാക്കിമീൻ, കേട്ടല്ലേ നിങ്ങള്, ഫമാ യുകദ്ദിബു ബഅദു ബിദ്ദീൻ അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാക്കിമീൻ, വിധികർത്താക്കളിൽ ഏറ്റവും മികച്ച വിധികർത്താവ് അള്ളാഹു തന്നെയല്ലയോ എന്നാണ് സൂറത്ത് തീന്റെ അവസാനം ചോദിക്കുന്നത്. അതാണ് അഫലു തഫ്ലീലിന്റെ രൂപമാണ് കേട്ടോ ഇത്, വേറൊന്ന്. വിധിക്കുന്നവൻ, ഭരിക്കുന്നവൻ, വിധികർത്താക്കളിൽ വെച്ച് ഏറ്റവും നല്ല വിധികർത്താവ് അൽ ഹാക്കിം. ഇപ്പോ ഈ ലോകത്തെ ഏറ്റവും നല്ല ഭരണാധികാരിയെ വെച്ചോണ്ട് ഏറ്റവും മോശം ഭരണാധികാരിയൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ ലോകത്തുള്ള ഏറ്റവും മികച്ച ഭരണാധികാരിനെ പറഞ്ഞോളൂ. നിങ്ങളുടെ ഈ ലോകത്തുള്ള മനുഷ്യർക്ക് ഈ ലോകത്ത് എത്താവുന്നതിൽ ഏറ്റവും മികച്ച പൊസിഷൻ ഏതാ? CM, PM ഒക്കെ അല്ലേ, ചീഫ് മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ് ഒക്കെയാണ്. അതായത് റൂളർ എന്നുള്ള പോസ്റ്റാണ് അല്ലെ, സ്റ്റേറ്റ്സ്മാൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. അതിന്റെ ഒരു പദവി എന്ന് പറഞ്ഞാൽ പരമാവധി പ്രഥമ പൗരൻ, അമേരിക്കൻ പ്രസിഡന്റ്, ലോകത്തിലെ എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയും. അപ്പൊ ശരിക്കും അഹ്കമുൽ ഹാക്കിമീൻ, ഇങ്ങനെ വിധിക്കുന്നവരിൽ, ഭരിക്കുന്നവരിൽ ഏറ്റവും നല്ല, ഏറ്റവും മികച്ച ഹിക്മത്തോടു കൂടി ഹുക്കുമ ചെയ്യുന്ന ആൾ ആരാ? അള്ളാഹുവാണ്.
അപ്പൊ അള്ളാഹുവിന്റെ ഹുക്കുമത്തില് ഭരണത്തിൽ എന്തൊക്കെയുണ്ട്? ഹിക്കുമത്തുണ്ട്, ഹുക്കുമും ഉണ്ട്. രണ്ടും ചേർന്നതാണ് കേട്ടോ. യുക്തിയും ഭരണവും ഒരുമിച്ച് ചേരുന്ന അവസ്ഥയെ കുറിച്ചാണ് ശരിക്കും അള്ളാഹു ഹക്കീമാണെന്ന് പറയുമ്പോൾ രണ്ടും ഉണ്ട്. ഹാക്കിം എന്നുള്ള സാധനം തന്നെയാണല്ലോ. ഹാക്കിം എന്ന് പറഞ്ഞാൽ ഭരണാധികാരിയാണ്. ഹക്കീം എന്ന് പറയുമ്പോൾ ചെറിയ വ്യത്യാസമുള്ളൂ, പക്ഷെ രണ്ട് വാക്ക് ഒരുമിച്ച് വരികയാണ്. വളരെ പ്ലാൻഡ് ആയിട്ട് വളരെ യുക്തിപൂർവമാണ് ഒരു ഭരണാധികാരം ഉണ്ടാവേണ്ടത് എന്നുകൂടിയാണ് പരസ്പരമുള്ള ഒരു ഹിക്മത്തും ഹുക്കൂമത്തും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട്. ഇനി നോക്കൂ, സൂറത്ത് ഹൂദിലെ ആയത്ത് ആരെങ്കിലും ഒന്ന് ഓതുവോ? താല്പര്യമുള്ളവർക്ക് ഓതാം, അല്ലെങ്കിൽ ഞാൻ ഓതിക്കോളാം. ഓക്കെ. വനാദാ നൂഹുർ റബ്ബഹു ഫഖാല റബ്ബി ഇന്ന ഇബ്നി. ആരെങ്കിലും ഓതുണ്ടോ? ഇന്ന ഇബ്നി മിൻ അഹ്ലി വ ഇന്ന വഅദകൽ ഹഖ് വ അൻത അഹ്കമുൽ ഹാകിമീൻ. നൂഹ് നബിയുടെ പ്രാർത്ഥനയാണ്. ശരിക്കും കണ്ണീര് വന്നു പോകും ഈ സംഗതി. പറയാ, പടച്ചോനെ, എൻ്റെ മകൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാകുന്നു എന്ന് നൂഹ് നബി പറയാം. പടച്ചോനെ, പക്ഷേ നിന്റെ ശിക്ഷ വരേണ്ട സമയത്ത് വരികയും ചെയ്തു. പ്രളയം വന്നു, ഇങ്ങനെ വന്നു. പക്ഷെ അവൻ എൻ്റെ മോനാണല്ലോ. ഇതിന് ശേഷം ആയത്തുണ്ട് കേട്ടോ. ഇന്നഹു അമലുൻ ഖൈറു സാലിഹ്. വെറുതെ വെച്ച പാഴ്ചെടിയാണ് അവൻ എന്ന് പറയുന്നത്. ഇതിന് ശേഷം നമ്മള് ഏ, ഈ വിഷയം മാത്രം പഠിക്കും. നൂഹ് നബീനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അത് വരും ഇൻഷാ അള്ളാ. പക്ഷെ ഇപ്പൊ ഇത് പഠിക്കുന്നതുകൊണ്ട് ഇപ്പൊ നമ്മൾ അതിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ വിഷയം മാറിപ്പോകും. പോവാൻ തഹക്കമുൽ ഹാക്കിമീൻ, വിധികർത്താവിൽ വെച്ച് ഏറ്റവും വലിയ വിധികർത്താവ് നീയാണല്ലോ. അവിടെ പറയണേന്ന് ആലോചിച്ച് നോക്കിയേ. സ്വന്തം മോന് മേലെ ശിക്ഷ വരുമ്പോ ഒരു വാപ്പ പറയാണ്, ഏറ്റവും നല്ല നീയാണ്, നിന്റെ വിധി എന്ന് പറഞ്ഞ ആള് ശരിക്കും തീരുമാനിച്ചുറപ്പിച്ച വിധിയാണല്ലോ. അതുകൊണ്ട് എൻ്റെ മകന് മേൽ വരുന്ന വിധിയും അൻത അഹ്കമുൽ ഹാക്കിമീൻ. അതാണ് അവിടുത്തെ. എന്തുകൊണ്ട് അവിടെ അത് പറഞ്ഞു എന്ന് വെച്ചാൽ അതിന്റെ ഒരു പൊരുത്തമാണ്. അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ പറയാ, എന്തൊക്കെ അഫൂർ റഹീം എന്ന് പറഞ്ഞു വേണമെങ്കിൽ. അതായത് വെറുതെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ പാട്ട് പാടാൻ ആദ്യം മ്യൂസിക് ഇട്ടിട്ട് കുറച്ച് പിന്നെ വരികൾ എഴുതുന്ന പോലെ അല്ലാന്നത്. കൃത്യമായ പ്രയോഗങ്ങളാണ് ഓരോ സ്ഥലത്ത് വരുന്നത്. അടുത്തത്, അപ്പോ ഒരു ഭാഗം അഫ്അലു തഫ്ലീലിന്റെ ആണ് അല്ലെ. ഇപ്പൊ കഴിഞ്ഞത് നമ്മള് അഫ്അലു തഫ്ലീൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സംഗതിയുടെ സൂപ്പർലേറ്റീവ് രൂപം. അർഹമുർ റാഹിമീൻ അതിൽ വന്നു. പിന്നെ വന്നത് ഏതാ? അഹ്സനുൽ ഖാലിഖീൻ വന്നു, അഹ്കമുൽ ഹാക്കിമീൻ വന്നു. ഇതേപോലെയൊക്കെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തെരഞ്ഞു പിടിക്കുക കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആവർത്തന സ്വഭാവമുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ ഇതിൽ പറഞ്ഞത്. ഇനി പറയാണ് ലു, ലു അതല്ലെങ്കിൽ സി. അറബി ഭാഷയിൽ ലു, സി എന്നുള്ളത് ചേർന്ന് വന്നാല് എന്താണ്? ഉള്ളത് എന്നാണ് അർത്ഥം. ഇപ്പോ ലു എന്നാൽ ഉടമസ്ഥൻ, അതല്ലെങ്കിൽ ഓണർ ഓഫ് ഒരു സംഗതി കയ്യിലുള്ള ആൾ. ഇപ്പൊ ലു കലമീൻ എന്ന് പറഞ്ഞാൽ എന്താ? ലു കലമീൻ, അന ലു കലമീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പേനയുള്ളവനാണ് എന്നാണ്. ഇന്ദി കലമുൻ എന്ന് പറയും നമ്മൾ ഇല്ലേ? എൻ്റെ അടുത്ത് പേനയുണ്ടെന്ന് പറയാറില്ലേ? അതേപോലെ അന ലു കലമീൻ, ലു കലം എന്ന് പറഞ്ഞാൽ പേനയുള്ളവൻ. ഇപ്പൊ ലു ഹിക്മത്തിൻ എന്ന് പറഞ്ഞാൽ ഹിക്മത്തുള്ളവൻ. ലു സയ്യാറത്തിൻ, നിങ്ങൾ അങ്ങനത്തെ ഓരോ വാക്ക് പറഞ്ഞു നോക്കിയേ. ലു സയ്യാറത്തിൻ എന്ന് പറഞ്ഞപ്പോ എന്തായിരിക്കും അർത്ഥം? കാറുള്ളവൻ അല്ലെ. അറബി ഭാഷയിൽ ലു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അർത്ഥം. അള്ളാഹു ഒരു പ്രത്യേക ഗുണത്തിന്റെ പൂർണ്ണമായ ഉടമസ്ഥനാണ് എന്ന് പറയാനാണ് ഖുറാനിൽ ഈ പ്രയോഗം ഉപയോഗിച്ചുള്ളത്. അറബി ഭാഷയിൽ ലു അങ്ങനെയാണ്. അള്ളാഹുലേക്ക് ചേർത്ത് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് പരിചയപ്പെടാം. അടുത്ത ഏതാ? മിസ്സായ ഹബീസ്. ഓക്കെ. ലു, ലു ഫദ്ലിൻ അലീം അല്ലെ. എത്ര സ്ഥലങ്ങളിൽ കേട്ടല്ലോ നിങ്ങള്? ദുൽ ഫദ്ലിൽ അലീം എന്നുണ്ടാവും. ലു ഫദ്ലിൻ അലീം, മഹത്തായ ഔദാര്യത്തിന്റെ ഉടയവനാണ് അവൻ. ഭയങ്കര സംഭവമാണ് കേട്ടോ. ശരിക്കും നമ്മൾ ഹാദാമിൻ ഫദ്ലി റബ്ബി എന്ന് പറയില്ലേ? മനുഷ്യരിൽ പലതും കണ്ടിട്ടാണ് നമ്മള് അയാൾ ഭയങ്കര സംഭവം എന്ന് പറയാം, അയാൾക്ക് ഇത് കിട്ടിയെന്ന് പറയാം.
പക്ഷെ അതൊക്കെ ആര് കൊടുക്കുന്നതാണ്? ഒരാൾക്ക് കൊടുക്കുന്ന മഹത്തായ സിദ്ധി യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെതാണ് എന്നുകൂടിയാണ് പറയുന്നത്. അപ്പൊ നമ്മള് ഒരാളിൽ എന്തൊക്കെ ഗുണങ്ങൾ കാണുന്നോ, അതല്ലെങ്കിൽ അള്ളാഹുവിന് തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ഈ ലോകത്ത് തന്നെ മനുഷ്യരിൽ തന്നെയും അള്ളാഹു കൊടുത്തിട്ടുള്ള, ഈ ലോകത്ത് അള്ളാഹു ഒരാൾക്ക് സമ്പത്ത് കൊടുത്തു, ഒരാൾക്ക് കഴിവ് കൊടുത്തു, ഒരാൾക്ക് പാണ്ഡിത്യം കൊടുത്തു, മറ്റൊരാൾക്ക് സൗന്ദര്യം കൊടുത്തു കൂടുതൽ, മറ്റൊരാൾക്ക് പദവി കൊടുത്തു. ഇതൊക്കെ അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അപ്പോ വല്ലാഹു ദൂ ഫദ്ലിൻ അളീം. ഇനി നിങ്ങൾ ഇതൊക്കെ ഇങ്ങനത്തെ ദൂ ഫദ്ല് വരുന്നിടത്തൊക്കെ ഏതെങ്കിലും ഒരാളെ ആദരിച്ച് ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തെ അള്ളാഹുവിലേക്ക് ചേർക്കുന്ന സ്ഥലത്താണ് ദൂ ഫദ്ലിൻ അലി കാണുള്ളൂ, വേറെ ഭാഗത്ത് കാണൂലാന്ന്. ഇതെന്തിനാണ് ഇങ്ങനെ പഠിക്കുന്നത് വെച്ചാലേ, ഈ അഹ്കമുൽ ഹാക്കിമീൻ എന്നുള്ളത് എന്തോ വിധി പറയുന്നതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്താണ് അത് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരിക അങ്ങനെയാണ് എന്നാണ് ആ പറഞ്ഞത്. അത് മനസ്സിലാക്കണം കേട്ടോ, അല്ലാതെ വെറുതെ ഇതിന്റെ അർത്ഥം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഖുറാനിൽ എവിടെയൊക്കെ ദൂഫലിനെയും വരുന്നോ അതിനങ്ങനെ ചേർക്കണം നിങ്ങൾ കേട്ടോ. അപ്പൊ വല്ലാഹു യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം. അള്ളാഹു അവൻ ഇച്ഛിക്കുന്നവർക്ക് പ്രത്യേക റഹ്മത്ത് കൊടുക്കുന്നു. അള്ളാഹു ഒരുപാട് ദുൽ ഫദ്ലിൽ അലീം എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ നോക്കിയേ, ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജൂതന്മാരുടെ പ്രശ്നം എന്തായിരുന്നു അറിയോ? എന്താ? അവർക്ക് അന്ത്യപ്രവാചകൻ വരുന്നു എന്നുള്ളത് അറിയാമായിരുന്നു, ഒരാൾ വരുമെന്നും ഉണ്ട്. പക്ഷേ അത് മുഹമ്മദിന് എങ്ങനെ കിട്ടിയെന്നുള്ളതാണ് പ്രശ്നം. ശരിക്കും ബേസിക്കലി അതാ പ്രശ്നം. അപ്പൊ അള്ളാഹ് അതിനുള്ള മറുപടി കൂടി പറയാം. അള്ളാഹു യഖ്തസ്സു ആർക്ക് എന്ത് റഹ്മത്ത് കൊടുക്കണമെന്നുള്ളത് ആരാ തീരുമാനിക്കുക? അള്ളാഹാണ് തീരുമാനിക്കുക. ഇപ്പൊ ഈ ലോകത്ത് ഒരുപാട് പേരെ വേണമെങ്കിൽ നബി ആക്കാലോ, അല്ലെ? മുഹമ്മദ് നബി ആക്കാലോ. അങ്ങനെ എന്നാലോചിച്ച് നോക്കും. അവസാനത്തെ പ്രവാചകൻ ഈ ലോകത്ത് ഒരുപാട് പേരാക്കാം. പക്ഷെ ആമിന ബീവിയുടെയും അബ്ദുള്ളയുടെയും മകനായ ഖുറൈശി ഗോത്രക്കാരനായ മക്കയിലുള്ള മുഹമ്മദ് ആകണ അവസാനത്തെ റസൂൽ എന്നുള്ളത് വല്ലാഹു യഖ്തസ്സു ബിറഹ്മതിഹി മയ്യഷ. ഇത് ആലോചിക്കണം നമ്മൾ. ഇപ്പൊ എന്തുകൊണ്ട് അയാൾ അങ്ങനെ ആയി എന്നൊന്നും നമ്മൾ ഒരിക്കലും ഈ ലോകത്ത് ഒരു മനുഷ്യനെ കുറിച്ചും കരുതാൻ പാടില്ല കേട്ടോ. അപ്പൊ അയാൾക്ക് മാത്രം ഇതെല്ലാനും, അയാൾ എന്ത് ബിസിനസ് തുടങ്ങിയാലും എന്ത് ഉഷാറാവണം അങ്ങനെ കരുതൂല. അയാളുടെ അധ്വാനം ഇതൊക്കെ ഉണ്ട്. പക്ഷെ വേറെ ഭാഗത്ത് പടച്ചവൻ എന്താ? അള്ളാഹു ദുൽ ഫദ്ലിൽ അലീമാണ്. അള്ളാഹു യഖ്തസ്സു ബി റഹ്മത്തിഹി മയ്യഷ. അതിൽ ഏറ്റവും വലിയ റഹ്മത്താണ് എന്ത്? നുബുവത്ത്. ബാക്കിയുള്ള റഹ്മത്തൊക്കെ അതിന് താഴെയാണ് വരുള്ളൂ കേട്ടോ, അല്ലെ? നബിയായതല്ലേ ഏറ്റവും വലിയ റഹ്മത്ത്, അതുകൊണ്ടല്ല റഹ്മത്തുല്ലിൽ ആലമീനായത്. അപ്പോ വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം. അപ്പൊ അള്ളാഹു മഹത്തായ ഔദാര്യം, അത് ശരിക്കും നബിക്ക് കൊടുത്ത ഔദാര്യം കൂടിയല്ലേ അത്? നബിയെ എന്താക്കി? നബിക്കുമേൽ അള്ളാഹു കൊടുത്ത ഔദാര്യം കൂടിയാണത്. ഇനി പറയണത് ദുൻതിഖാം, ഇൻതഖാമ എന്ന് പറഞ്ഞാൽ പ്രതികാരം ചെയ്തു. അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതിൽ ഇത് പഠിച്ചപ്പോ പഠിച്ചിരുന്നു അല്ലെ? ദുൻതിഖാം ഇതിൽ കൂട്ടത്തിൽ പഠിച്ചിരുന്നു. പക്ഷെ എന്നാലും ലൂ വെച്ചിട്ടുള്ളതിൽ ആ കൂട്ടത്തിൽ അതുകൂടി വരും. ശിക്ഷ നടപ്പാക്കുന്ന ഉടമസ്ഥൻ. അതായത് ഈ അള്ളാഹു ഹാക്കിം തന്നെ ചിലപ്പോ ശിക്ഷ നടപ്പാക്കൂല ചില നാട്ടില്, അത് കോർട്ടിലേക്ക് വിടുകയാണ് ചെയ്യുക, അല്ലേ? അങ്ങനെയല്ലേ ചെയ്യാ? നമ്മുടെ നാട്ടില് കോടതി വേറെയും പാർലമെന്റ് വേറെയും അല്ലേ? ഹാക്കിം തന്നെ എന്താവൂല, കാളി തന്നെ ആവൂല. പക്ഷെ ഹാക്കിം തന്നെ കാളി ആകുക എന്ന് പറയുന്ന ഒരു അവസ്ഥ ആരുടെയിലേ ഉള്ളൂ? അള്ളാഹിന്റെ അടുത്തുള്ള. അപ്പൊ ശിക്ഷയും അള്ളാഹുവിനെ വെക്കും. അത് വേറൊരു കോർട്ടിലേക്ക്, അപ്പർ കോർട്ടിൽ, അങ്ങനത്തെ വേറൊരു കോർട്ടിലേക്ക് ഒന്നും വിടൂല. അപ്പൊ ലോകത്ത് അള്ളാഹുവിന്റെ ഭരണാധികാരത്തിന്റെ രൂപത്തിൽ അള്ളാഹു ദുൻതിഖാം, അള്ളാഹു ഇത് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല, അപ്പുറത്തുള്ള ഒരാൾ അവൻ തന്നെ തീരുമാനിക്കും. വേറെ ആളുകൾക്ക് ഏൽപ്പിച്ചൊന്നും കൊടുക്കൊന്നുമില്ല. എക്സിക്യൂഷൻ ചിലപ്പോൾ വേറെ ആളുകൾ ഏൽപ്പിക്കും, പക്ഷെ തീരുമാനിക്കുന്നതും വിധിക്കുന്നത് ആര് തന്നെയാ? അള്ളാഹ് തന്നെയാണ്. അപ്പൊ ശിക്ഷ നടപ്പാക്കുന്നവനായ ഉടമസ്ഥൻ. ഇന്നല്ലദീന കഫറൂ ബിആയാതില്ലാഹി ലഹും അദാബുൻ ശദീദ് വല്ലാഹു അസീസുൻ ദുൻതിഖാം. അള്ളാഹു പ്രതാപശാലിയും ശിക്ഷാ നടപടി സ്വീകരിക്കുന്നവനുമാകുന്നു. ആയിക്കോട്ടെ, നിങ്ങളൊന്ന് ആലോചിക്കുക. അസീസിനോടൊപ്പമാണ് ദുൻതിഖാം പറഞ്ഞത്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചവരാരോ
നിഷേധികൾക്കുണ്ടോ ശിക്ഷ? മനസ്സിലാകാത്തവർക്കല്ല കേട്ടോ. അതൊക്കെ ഇപ്പൊ ഖുറാൻ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാര്യങ്ങളൊക്കെ തിരിഞ്ഞിട്ടും അത് മനസ്സിലാക്കാത്ത ആളുകൾ, ഈ ലോകത്തുള്ള അങ്ങനെ തിരിയാത്തവരൊക്കെ സംബന്ധിച്ച് അള്ളാഹ് വേറെ ആയിരിക്കും ഹുക്കുമൊക്കെ പറയാം. കാരണം അഹ്കമുൽ ഹാക്കിമീനുള്ള അള്ളാഹ്. ഒന്നും തിരിയാത്തവരെ പിടിച്ച് അള്ളാഹു അസീസും ദുൽഖിഖാം എന്നൊന്നും പറയൂലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അറിഞ്ഞിട്ട് സംഗതി ചെയ്യുന്നവരെ കഠിനമായ ശിക്ഷയുണ്ട്. വല്ലാഹു അസീസുൻ ദുൽഖിഖാം, അള്ളാഹു പ്രതാപശാലിയും ശിക്ഷാ നടപടി സ്വീകരിക്കുന്നവനുമാകുന്നു എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ്. ഇനി ദുർറഹ്മ അല്ലേ, നമ്മൾ അന്ന് റഹ്മാനും റഹീമും പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞില്ലേ, അർ റഹ്മാൻ അർ റഹീം, അതുപോലെ തന്നെ ഖൈറുർ റാഹിമീൻ, അർഹമുർ റാഹിമീൻ, ദുർറഹ്മ റഹ്മത്തുടയവൻ. റബ്ബുകൽ ഗഫൂറു ദുർറഹ്മ ലൗ യുആഖിദുഹും ബിമാ കസബൂ ലഅജ്ജല ലഹുമുൽ അദാബ് വല്ലഹും മൗഇദുൻ അല്ലേ, ഈ ആയത്ത് സൂറത്തുൽ കഹ്ഫിലായത്ത് കേട്ടോ. അപ്പോ നിങ്ങളുടെ റബ്ബ് ഗഫൂറാണ്, ദുർറഹ്മ റഹ്മത്തിനുടയവനാണ്. ഇത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ്, അതുകൊണ്ട് അധികാരുടെ സമയം കളയേണ്ടതില്ല. മറ്റൊന്ന് ദുൽ ഖുവ്വത്തിൽ മതീൻ. ദുൽ ഖുവ്വത്തിൽ മതീൻ, ഖുവ്വത്ത് എന്ന് പറഞ്ഞ ശക്തി, മതീൻ എന്ന് പറഞ്ഞാൽ പ്രബലമായത്. ദുൽ ഖുവ്വത്തിൽ മതീൻ, പ്രബലമായ ശക്തിയുടെ ഉടമസ്ഥൻ, അതല്ലെങ്കിൽ വല്ലാത്ത ശക്തിയുടെ ഉടയവൻ. ദുൽ ഖുവ്വത്തിൽ മതീൻ. അപ്പോൾ ദു വെച്ചിട്ട് ഖുറാനിലൊക്കെ ഉള്ള ഇങ്ങനെ ദു ഫദ്ലിൻ അലീം, ദുർ റഹ്മ, ദുൻതിഖാം, അതുപോലെ തന്നെ ദുൽ ഖുവ്വത്തിൽ മതീൻ. അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനത്തെ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാം, യാ ദുർ റഹ്മ. അപ്പോ നേരത്തെ നമ്മ അർഹമു എന്ന് പറഞ്ഞ പോലെ യാ ദുർ റഹ്മ എന്നല്ല പറയാ, യാ ദർ റഹ്മ എന്ന് പറയണ്ട കേട്ടോ. യാദൽ ജലാലി വല്ലിക്രാം എന്നല്ലേ പറയാറ് നമ്മ, ദുൽ ജലാലി വല്ലിക്രാം എന്നാണ്. പക്ഷെ യാ ദൽ ജലാലി വല്ലിക്രാം എന്നല്ലേ നമ്മൾ പറയാറ്. ഇതുപോലെ യാ ദൽ ഖുവ്വത്തിൽ മതീൻ പ്രാർത്ഥിക്കുമ്പോൾ ഇത് ഉപയോഗിക്കാം. നമ്മള് ഈ ഏത് സംഗതിയും ലോകത്തുള്ള എന്തിന്റെയും റൂള് യൂസ് ഇറ്റ് ഓർ ലൂസ് ഇറ്റ് എന്നാണ്. എന്ത് സംഗതി ഉപയോഗിച്ചില്ലെങ്കിൽ നഷ്ടപ്പെടും. മനുഷ്യന്റെ മസലും ഒക്കെ ബുദ്ധിയൊക്കെ അങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെയാണ് എന്ത് പഠിച്ചു വെച്ച ഈ അറിവൊക്കെ അങ്ങനെ തന്നെയാണ്. നിങ്ങളിപ്പോ ദുൽഖുവത്തിൽ മതീൻ ഇപ്പൊ പഠിച്ചെന്ന് വെച്ചാൽ അത് കഴിയൊന്നുമില്ല. ദുൽഖുവത്തിൽ മതീൻ നിങ്ങളുടെ ഉപയോഗത്തിൽ വരണം, ദുർറഹ്മ വരണം. അള്ളാഹിനെ കുറിച്ചുള്ള ഈ സുബ്ഹാനല്ലാഹ് വരുമ്പോ, അൽഹംദുലില്ലാഹ് വരുമ്പോ അല്ലാഹു അക്ബർ എന്നൊക്കെ നമ്മൾ പറയൂലോ. ആ ഒരു സമയത്ത് അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, എങ്ങനെയുള്ള അള്ളാഹ് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാൻ പറ്റണം. 33 തവണ 99 × 5 നിങ്ങൾ കൂട്ടി നോക്കിയേ എത്ര. ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ 495 തവണ അങ്ങനെ പറയണ്ടല്ലോ. 495 തവണ ആലോചിക്കാനുള്ള പേരും സംഗതി ഇതൊക്കെ ഉണ്ട് നമ്മൾ. പക്ഷെ അത്ര ഇരുന്ന് ആലോചിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവൂല. പക്ഷെ എങ്കിൽ പോലും ആലോചിച്ചാൽ സമയം തികയൂല. അങ്ങനെ ഒരു സംഗതി ഉണ്ട്. അപ്പോ സൂറത്തു ദാരിയാത്തിൽ തീർച്ചയായും അള്ളാഹു തന്നെയാണ് റസാഖ്. റസാഖ് കൂടെ കൂടെ ഉപജീവനം നൽകുന്നവനല്ലേ. ഫഅൽ എന്ന് പറഞ്ഞ ആവർത്തന സ്വഭാവമുള്ളത്. നമ്മൾ മലയാളത്തിലേക്ക് വരുമ്പോൾ പ്രശ്നം കൂടെ കൂടെ ഉപജീവനം നൽകുന്നവൻ എഴുതാൻ പറ്റൂല. നിങ്ങൾക്ക് എപ്പോഴും റിസ്ക് തന്നുകൊണ്ടിരിക്കുന്നവൻ, റിസ്ക് തരുന്നവൻ ഒരൊറ്റ അർത്ഥം റാസിക്കിനും അതുപോലെ തന്നെ അർ റസാഖിനൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു ഗൂഢാർത്ഥം അതിനുണ്ട്, ഉള്ളിൽ ഒളിഞ്ഞെടുക്കുന്ന ഒരു അർത്ഥം അതിനുണ്ടെന്ന് കൂടി മനസ്സിലാക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. ഇനി റിത്തൗൽ എന്ന് പറഞ്ഞാൽ ഖുറാനിൽ വന്നുകൊണ്ട് അങ്ങനെ പറഞ്ഞാണ്. റുത്തൗൽ തന്നെയാണത്. ചേർത്ത് പറയുമ്പോൾ ദീ ആവും, ഒറ്റക്ക് പറയുമ്പോൾ ദു ആവും. അങ്ങനെയാണ്. അപ്പൊ തൗൽ എന്ന് പറഞ്ഞാൽ അളവറ്റ ഔദാര്യം, ഐശ്വര്യം എന്നൊക്കെയാണ് അർത്ഥം. റുത്തൗൽ. അപ്പോ ഗാഫിരി ദംബി, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശദീകരണം പറയണം. ഗാഫിരി ദംബി വഖാബിലി തൗബി, തെറ്റുകൾ പൊറുക്കുന്ന അള്ളാഹു, പാപം പൊറുക്കുന്ന അള്ളാഹു. ഖാബിലി തൗബ്, പശ്ചാത്താപം സ്വീകരിക്കുന്ന അള്ളാഹു. ഷദീദിൽ ഇഖാബ്, കഠിനമായി ശിക്ഷിക്കുന്ന അള്ളാഹു. റിത്തൗൽ, അപ്പോ അള്ളാഹു ഷദീദുൽ ഇഖാബാണെന്ന് പലയിടത്തും കാണാട്ടോ, ഇല്ലേ? പക്ഷെ ഷദീദുൽ ഇഖാബായ അള്ളാഹിനോടൊപ്പം അള്ളാഹു എന്ത് കൂടെ പറഞ്ഞിട്ടുണ്ട്? അതൊക്കെ പ്രതീക്ഷയ്ക്കുള്ള വകുപ്പാണ്. അള്ളാഹു അതികഠിനമായി റിത്തൗൽ, മഹത്തായ ഔദാര്യത്തിന്റെ ഉടമസ്ഥനുമാണവൻ. അപ്പൊ അത് ചേർത്താണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്ന് ഒറ്റക്ക് മാത്രം എടുത്തിട്ട് ഇങ്ങനെ ശിക്ഷിക്കുന്നവനാണ്, അപ്പുറത്ത് പൊറുക്കുന്നവനാണ്, തൗബ സ്വീകരിക്കുന്നവനാണ്, ഇങ്ങനെ വെവ്വേറെ കാണല്ലേ. ഇതൊക്കെ കൂടി ചേർന്നതാണ്.
ഇതിന്റെ സംഘാതമാണ്. അങ്ങനെ മനസ്സിലാക്കണം. അപ്പൊ അള്ളാഹു പുറത്തു കൊടുക്കുന്നത്, അള്ളാഹു ഈ ലോകത്ത് പശ്ചാത്താപം സ്വീകരിക്കുന്നത്, നാളെ കഠിനമായി ശിക്ഷിക്കുന്നത്, ഈ ലോകത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരുന്നത്, ഇതൊക്കെ ഇതിന്റെയൊക്കെ ഇതാണല്ലോ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത്. അങ്ങനെയല്ലേ? ഇപ്പൊ ഗാഫിരി ദമ്പ് ആ സ്ഥാനത്ത് നമ്മൾ, ഇതിപ്പോ പടച്ചോനല്ലോ ഇപ്പൊ ഗാഫിരി ദമ്പ്, നമ്മൾ ആ സ്ഥാനത്ത് നോക്കിയേ, ഗാഫിരി ദമ്പ് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ. അങ്ങനെ ആലോചിക്കുക. കാബിലി തൗബ് പശ്ചാത്തപിക്കുന്ന നമ്മൾ, അല്ലെങ്കിൽ പശ്ചാത്തപിക്കേണ്ട നമ്മൾ. ഷദീദിൽ ഇഖാബ് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടതായ നമ്മൾ. അങ്ങനെയൊക്കെ അവസ്ഥകൾ നമുക്ക് ഉണ്ടാവുമല്ലോ. അള്ളാന്റെ ഇപ്പുറത്ത് കൊള്ളാം. ദിത്തൗൽ അള്ളാന്റെ അപാരമായ എത്രയോ അനുഗ്രഹങ്ങൾ അതേസമയം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ. അങ്ങോട്ടും ഇങ്ങോട്ട് ഇതിന്റെ ഇപ്പുറത്തൊരു പുറമുണ്ട്. അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളിൽ എങ്ങനെയാണ് അത് റിഫ്ലക്ട് ചെയ്യുന്നത്? അള്ളാഹു ഗാഫിരി ദമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ അത്ര ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ടോ? കാബിലി തൗബ് എന്ന് പറയുമ്പോൾ നമ്മൾ അത്രത്തോളം തൗബ ചെയ്യുന്നുണ്ടോ? ശദീദുൽ ഇഖാബ് എന്ന് പറയുമ്പോൾ ആ ശിക്ഷയെ ഭയപ്പെട്ട് നമ്മൾ മുന്നൊരുക്കം ചെയ്യുന്നുണ്ടോ? ദിത്തൗൽ അത്രമേൽ അനുഗ്രഹം ചൊരിഞ്ഞു വരുന്ന അള്ളാഹിനോട് അത്രമേൽ ശുക്ർ ചെയ്യുന്നുണ്ടോ? ബന്ധം നോക്കി നിങ്ങള്. ഏതാ അടുത്ത ഭാഗം നോക്കി. ലാ ഇലാഹ ഇല്ലാഹു. എന്തുകൊണ്ട് അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിന്റെ കാര്യമൊക്കെയാണ് ഈ വിശദീകരണം. ലാ ഇലാഹ ഇല്ലാഹു ഇലൈഹിൽ മസീർ. ഇനി മടങ്ങിച്ചെല്ലേണ്ട അവനിലേക്കല്ലേ, അവനല്ലേ നിങ്ങളുടെ ഇലാഹ്, അല്ലേ? അതാണ് അനാദികാലം തൊട്ടേയുള്ളവൻ നീ മാത്രം യാ റബ്ബി, അനന്തമായി നിലനിൽക്കുന്നോനും നീ മാത്രം യാ റബ്ബി. എല്ലാം അള്ളാഹുലേക്ക്, എല്ലാ ഒടുക്കവും തുടക്കവും എല്ലാം. അപ്പൊ ശരിക്കും ഈ ഇതിനിടയിൽ നമ്മളൊക്കെ ഇപ്പൊ ഇങ്ങനെ എങ്ങനെ ഇരുന്ന് ഈ ഖുറാനൊക്കെ ഇപ്പൊ ഇരുന്ന് പഠിക്കുന്ന പോലും അതിന്റെ ഇടയിലെ ഒരു നിമിഷം, ഒരു ഫ്ലാഷ്, ശരിക്കും നമ്മുടെ ചെറുപ്പം ഇങ്ങനെ മനസ്സിലാവും. ഇനി പറയണത് ദിൽ മആരിജ്. ദുൽ മആരിജ്, സൂറത്തുൽ മആരിജ് ആ പേര് വരുന്നത് അള്ളാഹുലേക്ക് ചേർത്തുകൊണ്ട് പറയുന്നത്. ദുൽ മആരിജ് കയറിപ്പോകുന്ന പടവുകളുടെ ഉടമസ്ഥൻ. ഒന്ന് അമലുകൾ കൊണ്ടുപോകുന്ന മലക്കുകള്, അമലുകൾ കൊണ്ടുപോകുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്നു. മആരിജ് യഅ്റുജുയിലൈഹി കുല്ലി ഷൈ, എല്ലാ കാര്യവും അള്ളാഹുലേക്ക് കയറി. ആ കയറിപ്പോകുന്ന പടവുകൾ ആരുടേതാണ്? അള്ളാഹുവിന്റെ. അള്ളാഹു കയറിപ്പോകുന്ന അതൊക്കെ ഗൂഢാർത്ഥമാണ്. ഇതിന്റെ യഥാർത്ഥ വിശദീകരണം നമ്മളിങ്ങനെ ഇങ്ങനെ പറയാന്നേ ഉള്ളൂ. പക്ഷെ അള്ളാഹു ദുൽ മആരിജ് എന്ന് അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്താണ്. അള്ളാഹുവിൻ കർമ്മങ്ങൾ അവനിലേക്ക് ചെല്ലുന്നു. കയറിപ്പോകുന്ന പടവുകളുടെ ഉടമസ്ഥനായ അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷ എന്നുള്ളതാണ് സൂറത്തുൽ മആരിജിന്റെ ആ ഭാഗത്ത് പറയുന്നത്. അപ്പോ എന്തൊക്കെ വന്നു? ദൂല്. അപ്പൊ ദൂല് എന്തൊക്കെ വന്നു? ദുർ റഹ്മ വന്നു, ദു ഫദ്ലിൻ അലീം വന്നു, ദുൻതിഖാം വന്നു, ദിൽ മആരിജ് വന്നു, ദുത്തൗല് വന്നു, അല്ലെ? ഇതൊക്കെ ഇത് ഗ്രൂപ്പാക്കി പഠിച്ചു നോക്കിയാൽ വളരെ എളുപ്പമാണ്. ദൂന്ന് ഇങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ എന്തൊക്കെ ദൂ ഉണ്ട് ഇങ്ങനെ വരും. അർഹം, അഫ്അല് എന്നുള്ള രീതിയിൽ അർഹം, അഹ്കം, അഹ്സന്, ഇങ്ങനെ ഇങ്ങനെ ഒരു 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 സെറ്റ് ഓഫ് വേർഡ്സ് ആയിട്ട് ഇങ്ങനെ. എപ്പോഴും ഭാഷ പഠിക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ചങ്ക്സ് ആയിട്ട് പഠിക്കണമെന്നാണ്. ചങ്ക്സ് എന്ന് പറഞ്ഞാൽ കൂട്ടമായിട്ട് പഠിക്കണം. വൊക്കാബുലറി അല്ല പഠിക്കുന്നത് കേട്ടോ. വൊക്കാബുലറി പഠിച്ചവരാരും എന്താവൂല, ഭാഷ പഠിക്കൂല. ചങ്ക്സ് ആണ് പഠിക്കുന്നത്. ഒരു എന്താണ്, ഹൗവും ആറും യുവും വേറെ അല്ല, ഹൗ ആർ യു എന്നാണ് പഠിക്കുന്നത്. അങ്ങനെയാണ് ഭാഷ പഠിക്കുന്നത്. പിന്നെ അത് നമുക്ക് അതിനനുസരിച്ച് കസ്റ്റമൈസ് ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ എപ്പോഴും ഉണ്ടല്ലോ, എന്താണ്, ഇറ്റ് മേക്ക് സെൻസ്. ഇതൊരു വാക്കാണല്ലോ ഇംഗ്ലീഷിൽ, ഇറ്റ് മേക്ക് സെൻസ്. ഓക്കെ, അത് നല്ലൊരു സംഗതിയാണ്. ഇറ്റ് ഡസൻ മേക്ക് സെൻസ്, അത് സെൻസ് ഇല്ലാത്തൊരു കാര്യം. ഇത് നമ്മളിപ്പോ മെയ്ക്കും സെൻസും എന്നുള്ള വാക്ക് പഠിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ഇറ്റ് മേക്ക് സെൻസ് തന്നെ പഠിക്കണം ഒരുമിച്ച്. ഇറ്റ് റെയിൻസ് ടുഡേ എന്നുള്ളത് ഇന്ന് ഇറ്റിന് വേറെ അർത്ഥമാണ്, റെയിനിന് വേറെ അർത്ഥമാണ്, ടുഡേക്ക് വേറെ അർത്ഥമാണ്. ഇറ്റ് റെയിൻസ് ടുഡേ, അതേ മഴയാണ്. ഇതേപോലെ ഇത് ഇംഗ്ലീഷ് ഞാൻ ഉദാഹരണം പറഞ്ഞ ഇതേപോലെ തന്നെയാണ് അറബി പഠിക്കുമ്പോഴും ചെയ്യേണ്ടത്. ഒരുമിച്ച് ഈ സാധനങ്ങൾ പഠിക്കണം. അപ്പൊ ദൂ ഫദലിൻ ഹക്കീം എന്നുണ്ടാവില്ല, ദൂ ഫദലിൻ അലീം എന്ന് ഉണ്ടാവുള്ളൂ. അപ്പൊ അതങ്ങോട്ട് കൂട്ടത്തിൽ പഠിച്ചാൽ ഫലുൽ അലീം എന്നുള്ളത് അങ്ങോട്ട് തന്നെ അങ്ങോട്ട് കിട്ടും. ഇനി ഫാഇൽ രൂപത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അധിക വിശേഷണങ്ങൾ ഖുറാനിൽ വന്നത് ഫാഇൽ രൂപത്തിലാണ്. അതേതൊക്കെയാണ്? അതാണ് ഇനി പറയാൻ പോകുന്നത്. ഫാഇൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു സംഗതി ചെയ്യുന്ന ഡുവർ, ചെയ്യുന്നവൻ എന്നുള്ള നാമം വരുന്നതാണ്. കർത്താവ് എന്നുള്ള രൂപങ്ങൾ, ഇത് മറ്റേ AI സാഹിബാണ് കേട്ടോ ഈ കർത്താവ് രൂപങ്ങൾ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും നോക്കണ്ട. അത് നിങ്ങൾക്കൊരു എളുപ്പത്തിന് വേണ്ടി അതിൽ കൊടുത്തെന്നുള്ളൂ. ഞാൻ അറബി ടെക്സ്റ്റ് ആണ് അതിൽ കൊടുത്തിരുന്നുള്ളൂ. നിങ്ങളുടെ ആവശ്യത്തിനാണ് അതിൽ മലയാളം കൊടുത്തേക്കണത്.
പിന്നെ ഇതൊക്കെ കൂടി ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ നമ്മൾ അതിൻ്റെ മിസ്റ്റേക്കുള്ള ഭാഗങ്ങൾ നമ്മൾ തിരുത്തും. പക്ഷെ എന്നല്ലാതെ അങ്ങനെ കൊടുത്തു. ഇപ്പൊ കർത്താവ് എന്ന് പറയില്ല നമ്മൾ, കർത്താവ്, കർമ്മം, ക്രിയ എന്നൊക്കെ പറഞ്ഞാല്, ഇപ്പൊ കർത്താവിന്റെ രൂപങ്ങളിൽ വരുന്നത് ഖുറാനില് ആലിമുൽ ഗൈബി വശഹാദ, അറിയുന്നവൻ. അതായത് ഒരു ഒരു നൗൺ രൂപത്തിൽ, അതല്ലെങ്കിൽ ഒരു ഫായിലിന്റെ രൂപത്തിൽ ചെയ്യുന്ന ഒരാൾ, ഡുവർ. ആലിമുൽ ഗൈബി വശഹാദ, മറഞ്ഞിരിക്കുന്നതും പ്രത്യക്ഷമായതും അറിയുന്നവൻ. ഖുറാനിൽ പലയിടങ്ങളില്ലേ അള്ളാഹിനെ കുറിച്ചത്? ആലിമുൽ ഗൈബി വശഹാദ, ഗൈബും ഷഹാദത്തും ഒരുപോലെയുള്ളവൻ. ഇത് അള്ളാഹിന്റെ ഏറ്റവും വലിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് നമ്മൾ മനുഷ്യരെന്താണ്? ആലിമു ഷഹാദയായിരിക്കും അല്ലെ? കണ്ടതിനെ കുറിച്ച് കണ്ടത് തന്നെയും നമുക്ക് അറിവുണ്ടോ? വണ്ടി ഓടിച്ചു പോകുമ്പോൾ മുമ്പിൽ ഇങ്ങനെ ഒരു മിറാഷ് ഇങ്ങനെ കാണുന്നു അല്ലെ? ഹൈവേയിൽ വണ്ടി ഓടിച്ചു പോകുമ്പോൾ മുമ്പിൽ ഇങ്ങനെ ഒരു മരീചിക ഇങ്ങനെ കാണുന്നു, ഇങ്ങനെ എവാപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്നതായിട്ട് തോന്നുന്നു. അത് കണ്ടാൽ കുളമാണ്, അല്ലാന്ന് ഉറപ്പാണ് നമുക്ക്. പിന്നെ നമുക്ക് ഫിസിക്സ് ഇതൊക്കെ അറിയുന്നതുകൊണ്ട് നമ്മളിപ്പോൾ അത് മനസ്സിലാക്കണം അല്ലാന്ന്. അപ്പൊ നമ്മൾ ആലിമു ഷഹാദ പോലും അല്ല. ശരിക്കുള്ള ആലിമുൽ ഷഹാദ അള്ളയാണ്. അപ്പൊ ആലിമുൽ ഗൈബ് അപ്പം എന്തായിരിക്കും? ഞാൻ നിങ്ങളെ ക്ലാസ് എടുക്കുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കാണുന്നു. പക്ഷേ ഞാൻ ക്ലാസ് എടുക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ വേറൊരു കാഴ്ച ഉണ്ടല്ലോ, അവിടെ നിന്ന് വേറൊരു കാഴ്ച ഉണ്ടല്ലോ, മേലെ നിന്നൊരു കാഴ്ച ഉണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് കാഴ്ചകളുണ്ട് ഇതിന്. ശരിക്കും ഇതിന്റെ ഗൈബും ഇത് മറച്ചു വെച്ചാൽ എന്നാലോചിച്ച് നോക്കിയേ, മറച്ചു വെച്ചാൽ തന്നെ എത്ര ആംബിഗ്വിറ്റിയോ. ഇപ്പൊ ഇവിടെ എത്ര പേര് ഇപ്പൊ വീഡിയോയിലില്ല. അപ്പൊ നിങ്ങളൊക്കെ അവിടെ ഉണ്ടെന്നുള്ള ധാരണയിലപ്പോൾ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് ക്ലാസ് അങ്ങോട്ട് എടുക്കുകയാണ് അല്ലെ? ഗൈബിൽ ഇങ്ങനെ വേറെ രീതിയിൽ പറയുമ്പോൾ അവിടെ ഇങ്ങനെ സിസ്റ്റം ഓണാണ്. അപ്പോ ഗൈബ്, അപ്പൊ അത് വരുമ്പോ തന്നെ പരസംഗതി. ഇപ്പൊ അള്ളാഹുവിന്റെ ഗൈബിന്റെ ഒരു ലോകം, നമുക്കറിയാത്ത ഗൈബിന്റെ ഒരു ലോകം എത്ര വലുതാണ്. അപ്പോ അള്ളാഹുവിന്റെ ഇൽമ എത്ര വലുതാണ്. ആലിമുൽ ഗൈബി വശഹാദ. ഈ ലോകം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഈ ലോകത്ത് ജീവിച്ചവരെ കണ്ടിട്ടുണ്ടോ? ഇനി ലോകത്ത് ജീവിക്കാനുള്ളവരെ കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ കണ്ടതല്ല തന്നെയല്ലേ ഉള്ളൂ. ആലിമുൽ ഗൈബി വശഹാദ വഹുവ അല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി. അള്ളാഹ് ആദ്യം പറഞ്ഞ സംഗതി അതുണ്ടോ, ലാ ഇലാഹ ഇല്ലാഹു അല്ലെ? തുടർച്ചയായിട്ട് അൽ അസ്മാഉൽ ഹുസ്ന വരുന്നതിന് മുമ്പ് ആലിമുൽ ഗൈബി വശഹാദ ഹുവർ റഹ്മാനുർ റഹീം. അതുകൊണ്ടാണ് വിശ്വാസികളെ കുറിച്ച് പറഞ്ഞുകൊടുത്ത് ആദ്യം അത് പറഞ്ഞത്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ബിൽ ഗൈബ്, ഗൈബിൽ അവര് വിശ്വസിക്കും. കണ്ടതിൽ വിശ്വസിക്കാൻ ഇപ്പൊ നബിയുടെ മുഅ്ജിസത്തിൽ വിശ്വസിക്കാൻ, നേരെ കണ്ട മുഅ്ജിസത്തിൽ വിശ്വസിക്കാത്തവരുണ്ട്. അതിൽ വിശ്വസിക്കുക എന്നുള്ളതിനേക്കാൾ കാണാത്തതിൽ വിശ്വസിക്കുന്ന, കാണുക എന്നുള്ളത് മാത്രമല്ല, ഇന്ദ്രിയാനുഭവങ്ങൾക്ക് പുറത്തുള്ളത്. ഗൈബ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതാർത്ഥം. കാണുക എന്നുള്ളത് മാത്രമല്ല, കേൾക്കാൻ പറ്റാത്തത്, കാണാൻ പറ്റാത്തത്, തൊടാൻ പറ്റാത്തത്, രുചിക്കാൻ പറ്റാത്തത്, അറിയാൻ പറ്റാത്തത്, എന്നിട്ടും അതിൽ വിശ്വസിക്കുന്നവർ. അതൊരു പൊസിഷനാണ് കേട്ടോ. നമ്മൾ ചില ആളുകൾ പറയും പൊട്ടന്മാര്, മദ്രസ പൊട്ടന്മാരെന്നൊക്കെ വിളിക്കില്ലേ ഈ മുസ്ലിങ്ങളായ ആളുകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ. അപ്പൊ നമ്മൾ വിചാരിക്കോ നമ്മളിപ്പോ ഭയങ്കര ബാക്ക്വേർഡ് ആയ ആള്. അങ്ങനെയല്ല. ആലിമുൽ ഗൈബ് വശഹാദയായ അള്ളാന്റെ ഏറ്റവും വലിയ സിഫത്തായിട്ട് പറഞ്ഞാണ് ഗൈബ് അറിയുന്നത് അള്ളയാണ്. അപ്പൊ ഗൈബിൽ വിശ്വസിക്കുന്ന നമ്മൾക്ക് ഏറ്റവും വലിയ സംഭവമാണ് എന്ത്? നമ്മുടെ ഏറ്റവും വലിയൊരു ഗുണം കൂടിയാണ് എന്ത്? അങ്ങനെ ആകണം. ഗൈബായ കാര്യത്തിൽ അള്ള പറഞ്ഞതിൽ നമ്മൾ വിശ്വസിക്കുന്നു. നാളെ ഖിയാമത്ത് നാളിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആലിമുൽ ഗൈബായ അള്ള നമ്മളോട് ആ ഗൈബിനെ കുറിച്ച് എന്തോ സൂചന ഖുർആനിലൂടെ ഇങ്ങനെ പറയണം. അപ്പൊ അതിൽ ഇങ്ങനെ ഉൾക്കിടിലം വരണം നമുക്ക്. അപ്പോഴേ ആലിമുൽ ഗൈബായ അള്ളാന്റെ ഇപ്പുറത്ത് നിൽക്കുന്ന ആളായിട്ട് നമ്മൾ എന്തായുള്ളൂ, മാറുള്ളൂ. അപ്പോ അവൻ എത്ര അള്ളാഹു, അവനല്ലാതെ മറ്റൊരു ഇലാഹുമില്ല, അദൃശ്യവും ദൃശ്യവും അറിയുന്നവനാണ് അവൻ. അപ്പോ ഇത് അവർ കൊടുക്കുന്ന ട്രാൻസ്ലേഷനിൽ അദൃശ്യം ദൃശ്യം എന്നാണ്. അങ്ങനെയല്ല, എന്താണ് അതിഭൗതികം, എന്താണ് ഭൗതികവും അതിഭൗതികവുമായ കാര്യങ്ങൾ, അങ്ങനെ പറയുന്നതായിരിക്കും നന്നാവുക. ഇന്ദ്രിയാനുഭവങ്ങൾ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഉണ്ടല്ലോ, സെൻസറി ഓർഗൻസ്, ഇതുകൊണ്ട് പറ്റുന്നതും പറ്റാത്തതുമായ ഒരു ലോകം. കാഴ്ച മാത്രമല്ലല്ലോ, കേൾവി. അതൊക്കെ കേൾവി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരാളുണ്ടെന്ന് തോന്നൂലോ. അദൃശ്യം എന്ന് പറയുന്ന വാക്ക് കുറച്ചുകൂടി സൂക്ഷ്മമല്ലാത്ത ട്രാൻസ്ലേഷനാണ് ഗൈബിന് കേട്ടോ. കണ്ണ് മാത്രമേ അപ്പൊ അവിടെ ഇല്ലാതാവുന്നുള്ളൂ. ഇനി പറയണം ഫാത്തിറുസ്സമാവാത്തി വല്ലർ, ഇല്ലേ? കുറെ സ്ഥലങ്ങളിലില്ലേ ഫാത്തിറുസ്സമാവാത്തി വല്ലർ?
ആകാശഭൂമികളെ എന്താണ് പിളർന്നുണ്ടാക്കിയവൻ. ഫത്തറ എന്ന് പറഞ്ഞാൽ പിളർത്തി എന്നൊരർത്ഥമുണ്ട്. പക്ഷെ അതേസമയം ആദ്യമായി സൃഷ്ടിച്ചു എന്നൊരർത്ഥമുണ്ട്. അപ്പൊ മാതൃകയില്ലാതെ സൃഷ്ടിച്ചു, അല്ലെങ്കിൽ ഇത് രണ്ടും ഇങ്ങനെ ഒന്നായിരുന്നു എന്ന് പറഞ്ഞില്ലേ അല്ലെ ഖുറാനിലായത്തില്ലേ? കാനത്താർ ബിഗ് ബാഗ് തിയറിയുടെ ഒരു ഭാഗമായിട്ടൊക്കെ പറയുന്ന ഒരു സാധനമാണ് കാനത്താറക്കൻ ഫഫത്തക്നാഹുമ. ആകാശവും ഭൂമി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ ഫഫത്തക്നാഹുമ, നാം അതിനെ വേർപ്പെടുത്തി. അപ്പൊ അതുകൊണ്ടും ഫാത്തിർ എന്ന് പറയാം വേണമെങ്കിൽ അള്ളാഹുവിനെ. ഇതുമായി ബന്ധപ്പെട്ട് നല്ലൊരു കഥയുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ഈ അറബി ഭാഷയിൽ ഈ ഫത്തറ എന്നുള്ള വാക്ക് അറബികളാണെന്നുണ്ടെങ്കിൽ അറബികൾക്ക് അറിയാത്തൊരു വാക്കായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ കുറിച്ചൊരു ചരിത്രമുണ്ട്. ഈ ഫാത്തിർ എന്നുള്ള വാക്കേ എന്താണ് ഇപ്പൊ ശരിക്കും ഇങ്ങനെ ഇപ്പോ ഞാനിപ്പോ നിങ്ങളോട് എന്താണ് സർവ്വദുരാവഹൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവോ? മലയാള വാക്കാണ് കേട്ടോ. സർവ്വദുരാവഹൻ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ഭാരവും ചുമക്കുന്ന കാളാന്നർത്ഥം. അപ്പൊ അത് ഇങ്ങനെ സർവ്വദുരാ അപ്പോ നൃപൻ എന്നുള്ള വാക്ക്. അപ്പൊ അങ്ങനെ നമുക്ക് തന്നെ മലയാളികളാണെന്നുണ്ടെങ്കിൽ പോലും അറിയാത്ത വാക്കുണ്ടാവൂലേ നമുക്ക് മലയാളത്തിലെ? ഇതേപോലെ ഫത്തറ എന്നുള്ള വാക്ക് നേരിട്ട് സ്വഹാബിമാർക്ക് അറിയില്ലായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലും അറിയില്ലായിരുന്നു. അപ്പോ രണ്ടാളുകൾ അദ്ദേഹം ഇതിന്റെ ഈ വാക്കല്ല പല വാക്കുകളുടെയും അർത്ഥം ഗ്രാമീണ അറബികൾ ഉപയോഗിക്കുന്ന ഏതോ ഒരു ഭാഷ എന്താണ് ശുദ്ധമായ ഒരു പ്രയോഗമാണ് അത്രേ ഫത്തറ. രണ്ടാളുകൾ തമ്മിൽ ഒരു എന്താണ് തർക്കമുണ്ടായി. രണ്ട് ഗ്രാമീണര്. അതില് ഒരാളൊരു കിണർ കുഴിച്ചു. കിണർ കുഴിച്ചിട്ട് പിന്നെ അത് അവിടെ ഇട്ടു, പൂർത്തിയൊന്നും ആക്കിയില്ല. വേറെ ആൾ ആ കിണറിന്റെ എന്ത് ചെയ്തു, ബാക്കി വന്ന് കുഴിച്ചിട്ട് ആ കിണർ അയാളുടെ എന്ന് പറഞ്ഞു. ലോകത്ത് ഒരുപാട് അങ്ങനത്തെ കുറെ വെറൈറ്റി ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഇതിന്റെ തീരുമാനത്തില് ഒരു മറ്റേ ഗ്രാമീണൻ പറഞ്ഞു, അനല്ലദീ ഫത്തർതു, ഞാനാണ് ആദ്യം കുഴിച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ ഫത്തറ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ അതിന്റെ അർത്ഥം ആദ്യം ഒരു സംഗതി സംഭവിക്കുക. അറബി ഭാഷയിൽ തന്നെ, ശുദ്ധ അറബി ഭാഷയിൽ തന്നെ ആദ്യമായി ഒരു സംഗതി ചെയ്യുന്നത് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഈ ഫാത്തിർ എന്നുള്ള ഈ വാക്കിന്റെ ചരിത്രത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഗ്രാമീണന്മാര് ഞാനാണ് ആദ്യം ആ കിണർ കുഴിക്കാൻ ആദ്യത്തെ കുഴിയെടുത്തത് എന്ന് പറയുന്നിടത്ത് ഫത്തറ എന്നുള്ള വാക്ക് വന്നിരുന്നു കേട്ടോ. അപ്പോ ഖുൽ അഗൈറല്ലാഹി അത്തഖിദു വലിയൻ, അല്ലാഹു അല്ലാതെ മറ്റൊരാളെ ഞാൻ വലിയായി സങ്കല്പിക്കുകയോ? ഫാത്തിരിസ് സമാവാത്തി വല്ലാഹ്. ഇപ്പൊ ആകാശത്ത് കൂടി മറ്റേ ഫൈറ്റർ ജെറ്റിലും വിമാനത്തിലും ഒക്കെ കൂടി കൊണ്ടുപോയിട്ട് ബോംബ് ഇടുന്നവരാണ് ഇപ്പൊ ലോകത്തെ നിയന്ത്രിക്കുന്നത്, അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്? അങ്ങനെ ഈ ആകാശത്തെ തന്നെ പടുത്തുയർത്തിയത് ആരാണ്? അതല്ലെങ്കിൽ അല്ലെ എയർ സ്പേസ്, അല്ലെ എയർ കപ്പാസിറ്റി ഉണ്ടാവുക എന്നുള്ളതല്ലേ ഭയങ്കര സംഭവമായിട്ട് പറയുന്നത് ലോകത്ത്. ബാക്കിയുള്ള ആളുകൾ ഇപ്പൊ ഇസ്രായേലിനും അമേരിക്കക്കും ബാക്കിയുള്ളവരുടെ എന്താണ് ബാക്കിയുള്ള ആളുകൾക്കൊക്കെ അവരുടെ മുമ്പിൽ പിടിച്ചിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ആ ഒരു സംഗതി കൊണ്ടാണ്. അപ്പൊ അവിടെ പറയാണ് ഇത് ഉണ്ടാക്കിയതാരാണ്? വഹുവയുത്ഇം, അവനല്ലേ ഭക്ഷണം തരുന്നത്. വലായുത്അം, അവനാരും ഭക്ഷണം കൊടുക്കുന്നില്ലല്ലോ. നിങ്ങളാണോ അവന് ഭക്ഷണം കൊടുക്കുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ അവന്. അപ്പോ ഫാത്തിരിസ് സമാവാത്തി വല്ലാത്ത. അപ്പോ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് സൂറത്ത് ഫാത്തിർ എന്ന് പറഞ്ഞിട്ട് സ്വന്തമായി തന്നെ ഒരു സൂറത്തും ഉണ്ട്, ഇല്ലേ? ഇനി ഫാലിഖുൽ ഇസ്ബാഹ്, ഇരുട്ടിനെ പിളർത്തുന്നവൻ. അതായത് അല്ലെങ്കിൽ ഫാലിഖ് എന്ന് പറഞ്ഞാൽ ഇസ്ബാഹ് എന്ന് പറഞ്ഞാൽ ശരിക്കും സുബഹിനെ ഉണ്ടാക്കിയിട്ട് പിളർത്തുക എന്നാണ് ശരിക്കും. ഇരുട്ട് എന്നുള്ള വാക്ക് ഇരുട്ടിനെ പിളർത്തി പ്രഭാതത്തെ പുറത്തു കൊണ്ടുവരുന്നവൻ. അതുകൊണ്ടാണ് സ്വബാഹിനെ ഫാലിഖ് ഫലഖ ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ് എന്ന് പറയില്ലേ? പ്രഭാതം എന്ന് പറയാനുള്ള കാരണം എന്താ? ശരിക്കും നമ്മുടെ നാട്ടില് മലയാളത്തിൽ നല്ല വാക്കുണ്ട് അതിന് കൃത്യം. പ്രഭാതം പൊട്ടി വിടർന്നു എന്നൊക്കെയല്ലേ അമ്മ പറ. ഇങ്ങനെ പ്രഭാതം പൊട്ടി വിടരണം ഉണ്ട് ഏതോ ഒരു ഘട്ടത്തിൽ. പ്രഭാതം പൊട്ടി വിടരുന്നു, പുലരിയായിത്തീരുന്നു. അപ്പൊ ആ രാവും പകലും ഒരു സമയത്ത് വേർതിരിയുന്നുണ്ട്. അത് വല്ലാത്തൊരു വേർതിരിയലാണ്. അതിൽ വലിയ അത്ഭുതമുണ്ട്. കാരണം അതിൽ ഓരോ ദിവസവും അതിൽ വ്യത്യാസമുണ്ട്, അല്ലേ? ഓരോ ദിവസവും 1 മിനിറ്റ് ആയാലും 2 മിനിറ്റ് ആയാലും ചിലപ്പോ എത്രയോ മണിക്കൂറുകൾ വളരെ കുറഞ്ഞായിരിക്കും പകലുണ്ടാവുക. അപ്പോ ഇതിനെ പിളർത്തി അള്ളാഹു ഒരു ഭാഗത്ത് മൂടി അള്ളാഹു എന്ന് പറയുന്നുണ്ട്, വേറൊരു ഭാഗത്ത് ഇവിടെ പിളർത്തി അള്ളാഹു. ഫാലിഖുൽ ഇസ്ബാഹ്,
വജഅല ലൈല സക്കനൻ വശംസ വൽ ഖമറ ഹുസ്ബാന. അവൻ പ്രഭാതത്തെ പിളർത്തുന്നവനാകുന്നു. അപ്പൊ ഫാലിക്കുൽ ഇസ്ബാഹ്. ഇനി ഫാലിക്കുൽ ഹബ്ബി വന്നവ, ധാന്യമണികളെ, കുരുവിനെ. ഹബ്ബ് എന്ന് പറഞ്ഞാൽ ധാന്യമണികൾ, നവ എന്ന് പറഞ്ഞാൽ ഈ വിത്തുകള്, കുരുക്കളെ ഒക്കെ എന്ത് ചെയ്യുന്നത്? പിളർത്തുന്നവൻ. അപ്പൊ സൂക്ഷ്മമായ കാര്യം പോലും കേട്ടോ. മരങ്ങൾ ഉണ്ടാക്കുന്നവൻ എന്ന് പറയുന്നതിനേക്കാളും വലിയ സംഭവം എന്ത്? ഈ കാണുന്ന ഫോറസ്റ്റ് മുഴുവൻ എന്റേതാണെന്ന് ഒരാൾ പറയുന്നതിനേക്കാളും ശക്തമായ വാക്കാണ് എന്ത്? ഇതിന്റെ അണ്ടി മുളപ്പിച്ചത് ഞാനാണ്. ഇതിന്റെ എന്താണ്? മാങ്ങയുടെ അണ്ടി മുളപ്പിച്ചത് ഞാനാണ്. അതല്ലെങ്കിൽ പയറിന്റെ വിത്ത് മുളപ്പിച്ചത്, ഇത് ഇത് നട്ടത് ഞാനാണ്, അല്ലെ? മനുഷ്യരങ്ങനെയാണ് പറയാം, നട്ടത് ഞാനാണ്, വളം കൊടുത്തത് ഞാനാണ്, പൊട്ടിച്ചത് ഞാനാണെന്നൊക്കെ പറയും. ആരെങ്കിലും പറയോ ഇതിനെ പിളർത്തിയത് ഞാനാണെന്ന്? എത്ര സൂക്ഷ്മമായ പ്രയോഗം നോക്കി. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യൻ ഞാനാണ് കേട്ടോ കൃഷി ചെയ്തതെന്നൊക്കെ പറഞ്ഞാൽ ചുരുങ്ങി പോകും. പടച്ചോൻ ഞാനാണ് വെള്ളം ഒഴിച്ചത്, അതൊക്കെ പൊതുവിൽ എങ്ങനെ പറയാം, നാമാണ് നിങ്ങൾക്ക് ഇത് തന്നതെന്നൊക്കെ പറയാം. പക്ഷെ സൂക്ഷ്മമായി മനുഷ്യൻ അശക്തനാവുന്ന ഒരു പ്രയോഗമാണ് പറഞ്ഞത്. ഇതിനെ പിളർത്തി, മനുഷ്യൻ വന്നിട്ട് പിളർത്തി എങ്ങനെ ഉണ്ടാവും? സാധനം ചത്തൂലേ? അതേപോലെ ഇനി റഫീഉദ്ദറജാത്ത്, പദവികൾ ഉയർത്തുന്നവൻ. ഈ ലോകത്ത് മനുഷ്യന്മാർക്കൊക്കെ വ്യത്യസ്ത പദവികളാണ്, അല്ലെ? നിങ്ങളിനിപ്പോ ഷെറാട്ടണിൽ ഹോട്ടൽ എടുത്താലും അതിൽ തന്നെ ഉണ്ടാവും ഹോട്ടല്. അതുകൊണ്ട് സ്വർഗത്തിൽ പോയാലും പദവികൾ ഉണ്ടാവും. ഡീലക്സ് റൂം, സ്യൂട്ട് റൂം, ഡബിൾ AC, നോൺ AC, അങ്ങനെയൊക്കെ ഉണ്ടാവും. AC ഒക്കെ ഉണ്ടാവും ഏറ്റവും ചുരുങ്ങിയത്. കാരണം സ്വർഗത്തെ കുറിച്ച് പറയുന്നിടത്ത് ദറജാത്ത്, പദവികൾ ഉയർന്നവർ. ഇപ്പൊ ഒരു മനുഷ്യന് ഉയരുന്നതിന് എന്തില്ല? ഉയരുന്നതിന്, പദവികൾ ഉയരുന്നതിനും അള്ളാഹു പദവികൾ കൊടുക്കുന്നതിനും ഒരു പരിധിയില്ല. നമ്മുടെ നാട്ടിലിപ്പോ UPSC ഇപ്പോ എന്താണ് കൂടി വന്നാല് 1200 1200 മാർക്ക് അങ്ങനെയല്ലേ പറ്റുള്ളൂ. അള്ളാഹു 1200 തന്നെ വെച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടല്ലോ, ഫുള്ള് നടന്ന ഒരു മാർക്ക് തന്നെ വെച്ചിട്ടില്ല. റഫീഉദ്ദറജാത്ത്. അപ്പൊ നമുക്ക് വലിയ അവസരമാണ്. അള്ളാഹുലേക്ക് ഒരു മനുഷ്യൻ ഇങ്ങനെ പോകാനങ്ങോട്ട് ഉദ്ദേശിച്ചാലല്ല, ഭയങ്കര സംഭവിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾക്കിടയിൽ ഇപ്പൊ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്കിടയിൽ തന്നെ എല്ലാവരുടെയും ദറജ വ്യത്യാസമായിരിക്കും. നമ്മളൊക്കെ ഹജ്ജ് ചെയ്ത് വന്ന ആൾക്കാരൊക്കെ ആയിരിക്കും, ഇതൊക്കെ ആയിരിക്കും. പക്ഷെ എല്ലാവരും ദറജ കൊണ്ടായിരിക്കും. ഈ ക്ലാസ് എടുക്കണ ഞാനും നിങ്ങളെ എത്രയോ ദറജയിൽ താഴ്ന്ന ആളായിരിക്കും. നമ്മൾ ഈ കേൾക്കുന്ന ഈ ഖുറാൻ പഠിക്കുന്ന ആളെക്കാൾ ഒരു ഖുറാനും പഠിക്കാത്ത ആള് ചിലപ്പോൾ അപ്പുറത്ത് വേറെ വലിയ ദറജയിലുണ്ടാവും. അപ്പൊ അതെന്താണ് നമുക്ക് അറിയില്ല. അപ്പൊ അത് എപ്പോഴും നമ്മുടെ ആഗ്രഹം ഇതായിരിക്കണം. അള്ളാഹു റഫീഉ ദർജാത്താണെങ്കിൽ നമ്മളെപ്പോഴും ദറജ ഉയരേണ്ട ആളാവണം. അതാണ് ഇത് അള്ളാഹുവിന്റെ ഒരു വിശേഷണം പഠിക്കുമ്പോൾ ഇപ്പുറത്ത് എന്താവണം? നമുക്ക് അതിന്റെ ഗുണം കിട്ടണം. അപ്പൊ റഫീഉ ദർജാത്ത് ദുൽ അർഷ് യുൽഖിർ റൂഹ മിൻ അംരിഹി അലാ മൻ യശാഉ മിൻ ഇബാദിഹി. അപ്പോ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് കൊടുത്തതിനെ കുറിച്ചാണ് പറയുന്നത്. വഹി മുഹമ്മദ് നബിക്ക് കൊടുത്തതിനെ കുറിച്ചും കൂടിയാണ് പറയുന്നത്. അപ്പോ റഫീഉ ദർജാത്ത് നബിയുടെയാണ് ഏറ്റവും ഉയർന്ന പദവി, അല്ലെ? അതുകൊണ്ടാണ് ആത്തി മുഹമ്മദിൽ വസീല അൽ ഫളീല ദറജത്തിൽ റഫിയ, അല്ലെ? ഉയർന്ന പദവി കൊടുക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ റഫീഉ ദറജാത്ത്. അപ്പൊ എന്തൊക്കെ അതിൽ വന്നു? നമ്മൾ നേരത്തെ പറഞ്ഞതില് എന്തൊക്കെ വന്നു? റഫീഉ ദറജാത്ത് പോലെ നേരത്തെ ഫാത്തിറുസ്സമാവാത്തി വല്ലവർല് വന്നു, ഫാലിക്കുൽ ഇസ്ബാഹ് വന്നു, ഫാലിക്കുൽ ഹബ്ബി വന്നവ വന്നു. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു എപ്പോഴുള്ളൊരു ഇത് കൂട്ടം കൂട്ടമായിട്ട് പഠിക്കാം. ദൂ വന്നത്, അഹ്സന് വന്നത്, അഫഅലു രൂപത്തിൽ വന്നത്, ഫാഇലു രൂപത്തിൽ വന്നത്. ഇനി ഇന്റൻസിറ്റി കാണിക്കുന്ന രൂപങ്ങൾ അത് നമ്മൾ ഏകദേശം പഠിച്ചതാണ്. ഫഈല് രൂപത്തിൽ വരുന്നതെന്നൊക്കെ പറഞ്ഞത്. ഷദീദുൽ ഇഖാബ്, കഠിനമായി ശിക്ഷിക്കുന്നത്, തീവ്രത, കഠിനം, ഷദീദുൽ ഇഖാബ്. അപ്പോ വത്തഖുല്ലാഹ വഅലമു അന്നല്ലാഹ ഷദീദുൽ ഇഖാബ്, അതികഠിനമായി ശിക്ഷിക്കുന്നവനാണ് അള്ളാഹു എന്ന് നിങ്ങൾ അറിയുക. അതികഠിനമായി അത് അതികഠിനമായി ശിക്ഷിക്കുക ആരായിരിക്കും? ഈ ലോകത്തും മനുഷ്യരെ അതികഠിനമായി ശിക്ഷിക്കുന്നവരായിരിക്കും. അങ്ങനെ കൂടി മനസ്സിലാവും. ഇപ്പുറത്തും അതികഠിനമായി ശിക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതികഠിനമായ പ്രശ്നം ഉണ്ടാക്കുന്നവരായിരിക്കും, അല്ലെ? ഉറപ്പല്ലേ? അള്ളാഹു ഒരു സംഗതി ഇപ്പുറത്ത് ഇങ്ങനെ പറയുമ്പോൾ അതിന്റെ ഇപ്പുറത്തും കൂടി നമ്മൾ അതിന്റെ ഒരു ഭാഗം കാണണം. അപ്പൊ ഈ ലോകത്ത് അതികഠിനമായ ശിക്ഷ കിട്ടേണ്ട ഒരാൾക്കാരുണ്ടെന്നൊക്കെ നമുക്ക് തോന്നൂലേ?
അപ്പൊ അങ്ങനെയുള്ളവർക്ക് പറ്റുന്ന ഒരു അള്ളാഹിന്റെ ഒരു വിശേഷണം ഇവിടെ ഉണ്ടാവൽ ആവശ്യമാണ്. ചില ആൾ ചോദിക്കും, അള്ളാഹു അങ്ങനെയൊക്കെ പറയാമോ? അർഹമുർ റഹീമീനായ അള്ളാഹു ഇങ്ങനെ ഷദീദുൽ ഇഖാബ് എന്ന് പറയുമ്പോൾ ഇത് ഒരു വൈരുദ്ധ്യമല്ലേ എന്നൊക്കെ തോന്നും. അങ്ങനെയല്ല. ഷദീദുൽ ഇഖാബ്, ഷദീദുൽ ഇഖാബ് എന്ന് ഈ അതങ്ങനെ അങ്ങനെ ഒരു കൂട്ടരെ കൂടി കൈകാര്യം ചെയ്യാനുണ്ട് അള്ളാഹ്ക്ക്. അപ്പോഴേ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ താല്പര്യം ശരിക്കും നിറവേറപ്പെടുകയുള്ളൂ. ഈ ലോകത്ത് ഒരുപാട് പേരോടുള്ള റഹ്മത്തായിരിക്കും എന്ത്, അല്ലെ? ഒരുപാട് പേരോടുള്ള റഹ്മത്തായിരിക്കും, അല്ലെ? ജഡ്ജിയായ വാപ്പ ബലാത്സംഗ കേസിൽ പ്രതിയായിട്ട് വന്ന സ്വന്തം മകന് ചിലപ്പോൾ വധശിക്ഷ കൊടുക്കേണ്ടി വരിക എന്നുള്ളത് എന്താണ്? അവിടെ റേപ്പ് ചെയ്യപ്പെട്ട കുട്ടിയോടുള്ള റഹ്മത്താണത്. ഈ ലോകത്ത് മനുഷ്യർ ചെയ്യുന്ന കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അവിടെ നീതി ദേവതയെ കണ്ണൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞത്. അള്ളാഹുവിന് അങ്ങനെ കണ്ണിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം മുമ്പ് എന്താണോ ചെയ്യുന്നത് അത് ശദീദുൽ ഇഖാബ്, കൊടുക്കേണ്ട ആളുകൾക്ക് നല്ല ശിക്ഷ കൊടുക്കാൻ അള്ളാഹ്ക്ക് അറിയാം. ഇനി സരീഉൽ ഇഖാബ്, സരീഉൽ ഹിസാബും ഉണ്ട്, സരീഉൽ ഇഖാബും ഉണ്ട്. ശിക്ഷാ നടപടി വേഗത്തിൽ പൂർത്തീകരിക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെ എന്താണ് ഇങ്ങനെ ഇട്ട് വലിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുപോയി ആണെങ്കിൽ അതിനെ വീണ്ടും ഹൈക്കോടതി പോട്ടെ, പിന്നെ സുപ്രീം കോടതി പോട്ടെ, ഇന്റർനാഷണൽ കോടതി പോട്ടെ എന്നൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേഗത്തിൽ തന്നെ തീരുമാനമാകും. പക്ഷെ വേഗത്തിൽ തന്നെ ശിക്ഷിക്കാൻ പറ്റുമ്പോൾ തന്നെയും സമയം കൊടുക്കുക എന്നുള്ളത് പടച്ചോന്റെ ഒരു രീതി കൂടിയാണ്. ഇനി സരീഉൽ ഹിസാബ്, കണക്ക് നോക്കൽ വേഗത്തിൽ പൂർത്തിയാക്കുന്നത്. അപ്പൊ നമുക്കറിയാലോ, ചില ഭാഗത്ത് നമ്മൾ പറയില്ലേ ഹിസാബ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഇല്ലേ? കേട്ടിട്ടില്ലേ? ഹിസാബിന് ഭയങ്കര. പക്ഷെ അള്ളാഹു സരീഉൽ ഹിസാബ് കൂടിയാണ്, വേഗത്തിൽ കണക്കൂട്ടി അങ്ങോട്ട് തരും. അല്ല മറ്റേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷാ ഭവനിലൊക്കെ പോയാൽ ഇങ്ങനെ എഴുതിയ പരീക്ഷക്ക് ഇങ്ങനെ 5-6 ആഴ്ച നടക്കേണ്ടി വരും. ജയിച്ചു എന്ന് ഉറപ്പുള്ള പരീക്ഷക്ക്. ജയിച്ചു എന്നുള്ള ആൾക്കാരൊന്നും അങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തൊന്നുമില്ല. ഓരോരുത്തർ നിങ്ങൾ സർട്ടിഫിക്കറ്റ് പ്രൊവിഷനൊക്കെ അടച്ചോൻ്റെ തന്നെ ഉണ്ടാവും. നിങ്ങള് അതായത് ഈ ജയിച്ചവരോട് അങ്ങനെ തന്നെയാണ്. അതിന്റെ ഒരു സരീഉൽ ഹിസാബ് കഴിഞ്ഞു. പിന്നെ നിങ്ങൾ മറ്റേ അതിന്റെ ഒരു കോപ്പി ഉണ്ടാ, 1 and same സർട്ടിഫിക്കറ്റും ഉണ്ടാ, നീയും നിങ്ങളുടെ ഇനീഷ്യലും അതല്ലെങ്കിൽ ഇതും പാസ്പോർട്ടിലെ നമ്പർ ഇതൊന്നുമില്ല, അല്ലേ? അടച്ചോൻ പാസ്പോർട്ട് ചോദിക്കുള്ള, ആധാർ കാർഡ് ചോദിക്കുള്ളൂ, ഒന്നും ചോദിക്കുള്ളല്ലോ, അല്ലെ? ഈ ലോകത്തുള്ള മനുഷ്യന്മാര് എന്തെങ്കിലും ഒരു സംഗതി കിട്ടാൻ തന്നെ ഇതൊക്കെ ചോദിക്കും. അപ്പോ സരീഉൽ ഹിസാബ്, ഉലൈക ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. അവരുടെ അജ്ർ, കൂലി അള്ളാഹിന്റെ അടുത്തുണ്ട്. ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, അള്ളാഹു അത് കൂട്ടി കഴിച്ചങ്ങോട്ട് കൊടുക്കും, അല്ലേ? അല്ലെ? അപ്പൊ സരീഉൽ ഹിസാബ് എന്ന് അള്ളാഹ് പറയുന്നിടത്ത്, ശദീദുൽ ഇഖാബ് എന്ന് അള്ളാഹ് പറയുന്നിടത്തൊക്കെ ഈ കണക്ഷൻ നിങ്ങൾ ഇനി മാച്ച് ചെയ്ത് നോക്കണം ഓതുന്നിടത്ത് കേട്ടോ. ഇതാണ് ഇതിന്റെ ഈ പഠനത്തിന്റെ ഒരു ടേക്ക് അവേ എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ്. ഇനി അർഹത കാണിക്കുന്ന രൂപങ്ങൾ. അള്ളാഹു ഇന്നതാണ് എന്ന് പറയാം. അള്ളാഹു ഹു അഹ്ലു തഖ്വ വ അഹ്ലുൽ മഗ്ഫിറ, അല്ലെ? സൂറത്തുൽ മുദ്ദസ്സിറിന്റെ അവസാനം നമ്മൾ കേൾക്കാറില്ലേ? ഹു അഹ്ലു തഖ്വ വ അഹ്ലുൽ മഗ്ഫിറ. സൂറത്തുൽ മുസമ്മിലിന്റെ അവസാനം മുദ്ദസ്സിറിന്റെ, അപ്പോ മുദ്ദസ്സിറിന്റെ അവസാനമാണത്. അഹ്ൽ എന്നാൽ അർഹൻ, അവകാശപ്പെട്ടവൻ എന്നർത്ഥം. അതുകൊണ്ട് നമുക്ക് കുടുംബം, അവകാശികൾ എന്നുള്ള അർത്ഥത്തിലാണ് അഹ്ല് എന്ന് നമുക്ക് കുടുംബക്കാരെ കുറിച്ച് പറയുന്നത് കേട്ടോ. അള്ളാഹു മാത്രമാണ് ഹുവ അഹ്ലു തഖ്വ. ഏതെങ്കിലും ആളുകളെ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ആരാണ് യഥാർത്ഥത്തിൽ സൂക്ഷിക്കേണ്ടത്? അള്ളാഹിനെ മാത്രമാണ് കേട്ടോ. ഈ ലോകത്തെ മനുഷ്യന്മാർക്ക് തഖ്വ കൊടുക്കരുത്, ഭയങ്കര സംഭവമാണത്. ഹുവ അഹ്ലു തഖ്വ വഅഹ്ലുൽ മഗ്ഫിറ. പൊറുക്കൽ ആരോടെ തേടാൻ പാടുള്ളൂ? പടച്ചോനോട്. കാരണം അവനാണ് അതിന്റെ അഹ്ല്. അഹ്ലുകാരി എന്ന് പറയില്ല നമ്മള്. ഇപ്പോ വമാ യദ്കുറൂന ഇല്ലാ യശാ അല്ലാഹ് ഹുവ അഹ്ലു തഖ്വ വഅഹ്ലുൽ മഗ്ഫിറ. അവൻ സൂക്ഷിക്കപ്പെടാൻ അർഹൻ, തഖ്വ കൈക്കൊള്ളപ്പെടാൻ അർഹൻ ആരാ? അള്ളാന്റെ കാര്യത്തിലാണ് തഖ്വ ഉള്ളൂ. വേറെ ആളുകളുടെ കാര്യത്തിൽ തഖ്വ ഒന്നും വേണ്ട കേട്ടോ. മനുഷ്യരൊക്കെ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ തഖ്വ ഉള്ളവരാണ്, അള്ളാന്റെ കാര്യത്തിൽ തഖ്വ ഇല്ല. അള്ളാഹിനോടുണ്ടോ തഖ്വ വേണ്ടത്? അള്ളാഹു ആണ് നിങ്ങൾക്ക് പാപമോചനം തരുന്നത്. അല്ലാതെ ഏതെങ്കിലും ആളുകൾ അവൻ എന്നോട് പിണങ്ങോ, അയാൾ എന്നെ കുറിച്ച് എന്ത് കരുതോ എന്നൊന്നും ഈ ലോകത്ത് സാധാരണഗതിയിൽ നമ്മുടെ സബോർഡിനേറ്റ് ബോസ് ബന്ധമൊക്കെ ഉള്ളിടത്തൊക്കെ അങ്ങനെ ചെയ്യാം. അല്ലാതെ ഈ ലോകത്തെ മനുഷ്യന്മാരെല്ലാവരും തൃപ്തി നേടി അയാൾ എന്നെ കുറിച്ച് എന്ത് കരുതുന്നൊന്നും കരുതിയിട്ടൊന്നും ഈ ലോകത്ത് ജീവിക്കൽ നടക്കൂല. അതൊന്നും അങ്ങനെയൊന്നും ചെയ്യണ്ട. നമ്മുടെ ഉമ്മാരുടെ അടുത്തും വാപ്പാരുടെ അടുത്തും ചെയ്യുന്ന തെറ്റുകളെ കുറിച്ചൊന്നും അല്ല ഈ പറയുന്നത്. പക്ഷെ ഈ ലോകത്തെ മനുഷ്യരെല്ലാവരെയും തൃപ്തി നേടിയിട്ട് ജീവിക്കലല്ല, അത് അള്ളാന്റെയാണ് തൃപ്തി നേടേണ്ടത്. ഇനി അൽ മുസ്തആൻ, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറയണല്ലേ. അപ്പോൾ ഇലാഹ് അല്ലാഹ് എന്ന് പറയുന്നു, നസ്തഈൻ എന്ന് പറയുന്നിടത്ത് മുസ്തആനും അല്ലാഹ്.
സഹായം തേടപ്പെടാൻ അർഹൻ അള്ളാഹുവാണ്. ഇപ്പൊ യാക്കൂബ് നബി യൂസുഫ് നബിയുടെ കാര്യത്തിൽ അത് പറയുന്നുണ്ട്, ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. ഫസബ്റുൻ ജമീൽ, ചില കാര്യങ്ങള് ക്ഷമാപൂർവം അങ്ങോട്ട്, സൊബർ ജമീൽ, സൗന്ദര്യമുള്ള സുന്ദരമായ ക്ഷമ. അള്ളാഹുൽ മുസ്ത, അള്ളാഹിനോട് പറഞ്ഞോളാം. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ പ്രയാസമുള്ളവർക്ക് അള്ളാഹുലോട് പറയാൻ പറ്റിയ സാധനം യാ മുസ്തആൻ, യാ എന്നാ അള്ളാഹു മുസ്തആനാണ് അല്ലെ. സൊബറുൻ ജമീൽ, ഈ ആയത്തൊക്കെ ഓതാം അവർക്ക്. യാക്കൂബ് നബിനെ മുന്നിൽ വെച്ചുകൊണ്ടൊക്കെ എന്ത് ചെയ്യാം, പറയാം, പടച്ചോനെ എൻ്റെ കഴിവിൽ പെട്ടതല്ല, പക്ഷെ ഇവരൊക്കെ കൂടി മാനിപ്പുലേറ്റ് ചെയ്ത് അതല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളാൽ ഞാൻ ഇങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുന്നു. വസബറുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. ഓക്കെ, ഇനി ഖൈറ് ചേർന്ന് വരുന്നത് ഖൈറുർ റാസിഖീൻ അല്ലേ. അല്ലാഹു ഖൈറുർ റാസിഖീൻ. വഇദാ റഔ തിജാറതൻ ഔ ലഹ്വൻ ഫല്ലൂ ഇലൈഹാ വതറകൂക ഖായിമ ഖുൽ മാ ഇൻദല്ലാഹി ഖൈറുൻ മിനൽ ലഹ്വി വമിനത് തിജാറ വല്ലാഹു ഖൈറുർ റാസിഖീൻ. ഏറ്റവും നന്നായി റിസ്ക് തരുന്നവയിൽ ഏറ്റവും നല്ലത് ഏത് ജോലിയും പോട്ടെ. മനസ്സിലാക്കണ്ട, ജോലി പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു വേണ്ട കേട്ടോ. പക്ഷെ എങ്കിൽ പോലും പറയണം, ഏത് ജോലിയിൽ നിന്ന് നിങ്ങൾ പോട്ടെ, ഏത് ബിസിനസ്സും തകരട്ടെ, ഏത് ബുദ്ധിമുട്ടിൽ നിങ്ങളാവട്ടെ, എന്ത് സംഗതി നിങ്ങൾക്ക് സംഭവിക്കട്ടെ, പേടിക്കൊന്നും വേണ്ട. അള്ളാഹുണ് റബ്ബ് എന്നുണ്ടെങ്കിൽ അള്ളാഹ് റിസ്ക് തരൂലേ, അത് ഏറ്റതല്ലേ. ഖാലിക്കായ അള്ളാഹ് എന്ത് തരും? ഈ ലോകത്ത് ഒരു അള്ളാഹിന്റെ മഹലൂക്കിന് അള്ളാഹ് റിസ്ക് കൊടുക്കാത്ത പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ലോകത്തെ ഏറ്റവും നല്ല റിസ്ക് എന്ന് വെച്ചാൽ എനിക്ക് മറ്റാളാണ് വിസ എന്നത്, അയാളാണ് എൻ്റെ രാസിക്കുന്നതെന്ന് കരുതുക, എൻ്റെ കഫീലാണെന്നൊന്നും കരുതരുത്. അതൊക്കെ അത് നിങ്ങൾക്ക് അത് അവരോട് സ്നേഹവും കൂറൊക്കെ വേണം. പക്ഷെ അള്ളാഹു ഖൈറുർ റാസിഖ്, അള്ളയാണ് റിസ്ക് ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമൻ. ഖൈറുൻ നാസിരീൻ, ആരാണ് വാസ്തക്ക് നല്ലത്, ആരാണ് സഹായം നൽകാൻ നല്ലത്? അള്ളാഹു ഖൈറുൻ നാസിരീൻ. അപ്പോ ബലില്ലാഹു മൗലാക്കും വഹുവ ഖൈറുൻ നാസിരീൻ, സഹായിക്കാൻ ഏറ്റവും നല്ലത്. അപ്പൊ ഖൈർ വെച്ച് വരുന്നു. ഇനി അടുത്തത് ഖൈറുൽ ഗാഫിരീൻ, പുറത്തു തരുന്നവരിൽ ഏറ്റവും നല്ലത്. അല്ലാതെ ഇങ്ങനെയൊക്കെ പുറത്തു തരുമോ? ഒരു തവണ, 2 തവണ, 3 തവണ, 100 തവണ, 1000 തവണ, 10000 തവണ. ഖൈറുൽ ഗാഫിരീൻ. മനുഷ്യരെ നമ്മളെ ഒരാൾക്ക് എത്ര പുറത്തു കൊടുക്കും? കൂടിയൊന്നൊരു 2 തവണ, 3-ാമത്തെ തവണ അവന് സ്ഥിരം ഇതിന്റെ കുറ്റിയാണെന്ന് പറഞ്ഞ് അയാൾ ഒഴിവാക്കൂല, നമ്മള് കാണാതെ നടക്കൂലേ, കോൾ എടുക്കുമോ നമ്മളാളുടെ? പിന്നെയാണോ അള്ളാഹ് നമ്മുടെ കോൾ എടുത്തില്ലെങ്കിലുള്ള അവസ്ഥ ആലോചിക്കേ. ഇവനിങ്ങനെയാണ്, എന്നൂടായിപ്പുണ്ടോ, ഇന്ന് നിസ്കരിച്ചൊക്കെ വെറുതെയാണ്, ഇന്നിപ്പോ അവന് പ്രാർത്ഥിക്കാനായിട്ട് വന്നിട്ടുണ്ടെന്നൊക്കെ അള്ളാഹ് നമ്മുടെ നിസ്കരിക്കാൻ വന്നിട്ടുണ്ട് പള്ളിയിൽ കോതെടുത്ത്. അങ്ങനെയല്ല, അള്ളാഹ് ഖൈറുൽ ഗാഫിരീൻ, കാത്തിക്കുന്നവനാണ്, ശരിക്കും സ്നേഹം അടച്ചവനാണ് നമ്മളോട്. അപ്പൊ അൻത വലിയുന ഫഗ്ഫിർ ലനാ വർഹംന വഅൻത ഖൈറുൽ ഗാഫിരീൻ, ഏറ്റവും നന്നായി പുറത്തു തരുന്നവൻ. സൂറത്തുൽ അറാഫ്. ഖൈറുൽ ഹാക്കിമീൻ, അഹ്കമുൽ ഹാക്കിമീൻ പറഞ്ഞല്ലോ, അർഹമുർ റാഹിമീൻ പോലെ അഹ്കമുൽ ഹാക്കിമീൻ, ഇവിടെ ഖൈറുൽ ഹാക്കിമീൻ, ഏറ്റവും നല്ല. ഖൈർ എന്ന് പറഞ്ഞാൽ അഖിയർ എന്ന് പറയേണ്ട ആവശ്യമില്ല അറബി ഭാഷയിൽ, ഖൈർ എന്ന് പറഞ്ഞാൽ മതി. അതിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഖൈർ തന്നെയാണ്. ഖൈറിന്റെ പ്രത്യേകത അതാണ് കേട്ടോ. അസ്വലാത്തു ശരിക്കും അഖിയാറു മിനന്നവും എന്നാണ് പറയേണ്ടത്, പക്ഷെ അതിനങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അസ്വലാത്തു ഖൈറുൻ മിനന്നവും, ഏറ്റവും ഉത്തമം എന്നുള്ള അർത്ഥം വാക്കിൽ തന്നെ ഖൈർ എന്നുള്ള വാക്കിലുണ്ട്, ഏറ്റവും ഉത്തമമായത്. ഇനി മൊത്തബിമായും ഇനി ഖൈർ ചേർന്ന് വരുന്നത് ഖൈറുൽ ഫാത്തിഹീൻ, നിങ്ങൾക്ക് ഏറ്റവും നല്ല തുറവി തരുന്നവൻ, ഏറ്റവും നന്നായി തീർപ്പ് കൽപ്പിക്കുന്നവൻ. നിങ്ങൾക്ക് എന്ത് സംഗതിയും അള്ളാഹ്ക്ക് അറിയാം ഏത് സമയത്ത് തുറക്കണമെന്നും ഏത് സംഗതിയിലും വിജയം തരണമെന്ന്. ഞങ്ങളുടെ രക്ഷിതാവേ, നമ്മളിപ്പോ ഇന്ത്യയിൽ മോഡിയുടെ പ്രശ്നം അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പ്രശ്നം അള്ളാഹ് ഇതൊക്കെ കാണുന്നുണ്ട്. അള്ളാഹു അസീസ് എന്തിക്കാമ ഖൈറുൽ ഫാത്തിഹീൻ, എത്ര പേര് റഫ ബോർഡർ അടിച്ചാലും ഖൈറുൽ ഫാത്തിഹീൻ അള്ളാഹ് തുറക്കും. റഫ ബോർഡർ തുറക്കുന്നല്ല, ഈ വിഷയത്തിലൊക്കെ ഈ ലോകത്തിന്റെ വിഷയത്തിലുള്ള ഏത് ക്ലോഗായി നിൽക്കുന്ന അടവും അള്ളാഹ് തുറക്കും. അത് സമയപ്രശ്നമാണ്. നമുക്ക് ഈ ലോകത്ത് ആ കൂടി 60-70 വയസ്സ് മാത്രം ജീവിക്കുന്ന മനുഷ്യന്മാരായതുകൊണ്ട് ഈ ലോകത്തിനെ കുറിച്ചൊന്നും അറിയാത്തതുകൊണ്ട് അള്ളാന്റെ അടുത്താണ്. ഇപ്പൊ നമ്മളെ സിനിമ കാണിപ്പിക്കാൻ അള്ള ഉദ്ദേശിക്കണല്ലോ. നമ്മളെ കൊണ്ട് ഇതിങ്ങനെ എല്ലാ എപ്പിസോഡും നമുക്ക് കണ്ടു തീർക്കാൻ പറ്റൂല. നമ്മുടെ എപ്പിസോഡ് തന്നെ ഫുള്ള് കണ്ടിട്ടില്ല. ഇപ്പൊ അതിൽ തന്നെ നമ്മള് കോമയിലാർന്നു, വയറ്റിലാർന്നു, ബുദ്ധി ഇല്ലാത്ത കാലത്താർന്നു. പിന്നെ നമ്മൾ ഈ കാണുന്നതിലൊക്കെ എന്താ ഖൈറുൽ ഫാത്തിഹീൻ, അള്ള തുറക്കും. ഖൈറുൽ മുൻസിലീൻ, നല്ലൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇറക്കി തരുന്നവൻ അള്ളയാണ്. ഒരു പ്രയാസമൊക്കെ ഉണ്ടായതിനു ശേഷേ ചില ആളുകൾ ഇപ്പോൾ നൂഹ് നബി അങ്ങനെയാണ് പറഞ്ഞത്, എന്താണ്, വഖാല റബ്ബി അൻസിൽനി മുൻസലൻ മുബാറക്കൻ വഅൻത ഖൈറുൽ മുൻസിലീൻ, പടച്ചോനെ ഏറ്റവും നല്ല സ്ഥലത്ത് കൊണ്ടുപോയി ഇറക്കണേ. അതായത് ശിക്ഷയും ഇതൊക്കെ കഴിഞ്ഞ് ഭൂമിയിൽ ഇപ്പോൾ ചിലപ്പോൾ
നമുക്ക് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു എന്താണ് ഫ്രം ദ സ്ക്രാച്ച് വീണ്ടും ഒന്ന് തുടങ്ങാനുണ്ടാവും. ആദ്യം കുദ്യം എന്ന് പറയും ഞങ്ങളുടെ നാട്ടില്. അപ്പൊ ആദ്യം പടച്ചോനെ വീണ്ടും ഒന്ന് മിന്നിച്ചേക്കണേ എന്നൊക്കെ പറയാം. ഖൈറുൽ മുൻസിലീൻ, ഇനി ഖൈറുൽ ഫാത്തിയൻ, പിന്നെ ഖൈറുൽ റാഹിമീൻ, അല്ലെ, ഏറ്റവും നന്നായി കരുണ കാണിക്കുക. അർഹമുർ റാഹിമീൻ പോലെ ഏറ്റവും നന്നായി കരുണ കാണിക്കുന്നവൻ. അപ്പൊ ഇതാണ് അള്ളാഹുവിന്റെ അധിക വിശേഷണങ്ങളായിക്കൊണ്ട് പരിചയപ്പെടുത്തപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അപ്പോ ഏതൊക്കെയിൽ വന്നു ആദ്യ ഭാഗം ഓർമ്മയിലുണ്ടോ? ഏതെങ്കിലും ആളുകൾക്ക് പറയാം. സിറാജ് സാഹിബ് നിങ്ങളും തുറന്ന് പറഞ്ഞോളി, ഏത് ഭാഗം ഓർമ്മയിൽ നിന്ന് പറഞ്ഞാൽ മതി. അല്ലെ, നമ്മൾ ഈ പ്രഭാഷണം ആയിട്ട് കാര്യമില്ലതേ. നിങ്ങളിപ്പോ എത്ര പേര് അവിടെ ഉണ്ട് തന്നെ അറിയില്ല, അതുകൊണ്ടാ. ആ പറഞ്ഞോ. ഒന്ന് അഫ്അൽ രൂപത്തില് അല്ലെ, അർഹമ്, അഹ്സന്, അഹ്സനുൽ ഹാക്കിമീൻ, അർഹമുർ റാഹിമീൻ, പിന്നെ അഹ്കമുൽ ഹാക്കിമീൻ ഒക്കെ വന്നു. അതിനുശേഷം വന്നത് എന്തായിരുന്നു? ഉള്ളത് എന്നുള്ള അർത്ഥം. ദുർറഹ്മ, ദു ഫദ്ലിൻ അലീം, തൗല്, ദുൽഇഖാം എന്നൊക്കെ വന്നു. ദുൽഖുവത്തിൽ മത്തീൻ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. പിന്നെ ഫായില് രൂപത്തിൽ വന്നത് ഫാത്തിറുസ് സമാവാതി വൽ അർള്, ഫാലിക്കുൽ ഹബ്ബി വൻ നവാ, ഫാലിക്കുൽ ഇസ്ബാഹ്. ഓക്കെ, ഓർമ്മയിൽ നിർത്താൽ മതി, എല്ലാവരും പറയണമെന്നില്ല. പിന്നെ അത് കഴിഞ്ഞ അതിതീവ്രമായ രൂപം ഷദീദുൽ ഇഖാബ്, സരീഉൽ ഇഖാബ്, സരീഉൽ ഹിസാബ്. പിന്നെ ഏറ്റവും അവസാനം പറഞ്ഞത് ഖൈർ ചേർത്ത് അല്ലെ, ഖൈറുർ റാഹിമീൻ, ഖൈറുൽ നാസിരീൻ, ഖൈറുൽ ഗാഫിരീൻ, ഖൈറുൽ ഫാത്തിഹീൻ, ഖൈറുൽ മുൻസിലീൻ. അള്ളാഹിനെ കുറിച്ച് ഏകദേശം ഇനി പഠിക്കാനുള്ള വാക്കുകൾ ഇല്ല, പക്ഷെ ഇത് തന്നെ പഠിച്ച് തീരൂല കേട്ടോ. അതിന്റെ വിശദീകരണം നമുക്ക് തന്നെ അറിയൂല. മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മിതമായ ഭാഷയിലും അറിവിലും വെച്ചുകൊണ്ട് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി എടുക്കുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാൻ 10 കാലമായിരിക്കുന്നു. അപ്പോ പടച്ചവൻ നമ്മുടെ ഈ പഠനം നമ്മളിന്ന് സ്വീകരിക്കുമാറാകട്ടെ. കൂടുതൽ വളരെ ഭംഗിയായിട്ട് പഠിക്കാനും ഇത് ജീവിതത്തിൽ അതിന്റെ ഒരു ഒളി, അതിന്റെ ഒരു തേജസ്, അതിന്റെ ഒരു പ്രകാശം നിലനിർത്തി തരാനൊക്കെ പടച്ചവന്റെ വലിയ സഹായം നമുക്ക് ഉണ്ടാവട്ടെ. നമ്മുടെ കൂട്ടത്തില് രോഗം കൊണ്ടും അതുപോലെ തന്നെ മറ്റ് പ്രയാസങ്ങൾ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അള്ളാഹു, ഖുർആൻ ഒരു ശിഫയാണല്ലോ, അള്ളാഹു ഈ പഠനം അതിന്റെ ഒരു വസീലയാക്കി മാറ്റി അള്ളാഹു അവർക്ക് ശിഫ കൊടുക്കുമാറാകട്ടെ. നമ്മൾ ആർക്കൊക്കെയാണോ അത്തരത്തില് ദുആ കരുതുന്നത്, നമ്മുടെ പ്രാർത്ഥന നിർഭരമാണ് നമ്മുടെ മനസ്സ്. ഒരുപാട് പേർക്ക് നമ്മുടെ പ്രാർത്ഥന ആവശ്യമുണ്ട്. നമ്മുടെ കൂട്ടത്തിലും നമ്മുടെ ചുറ്റിലൊക്കെ അള്ളാഹു അവർക്കെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ. അല്ലാഹുമ്മ അല്ലിംനാ മാ ജഹിൽനാ. അല്ലാഹുമ്മ അല്ലിംനാ മാ നസീനാ. അല്ലാഹുമ്മ ജഅൽനാ മിനല്ലദീന ആമനു വജഅൽനാ വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. اغفر لنا يا غافر المذنبين وارحمنا بانواع رحمتك يا ارحم الراحمين. وصلى الله تعالى على خير خلق محمد وعلى اله وصحبه اجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله.